ഹലോ ബോയ്സ് ആൻഡ് ഗേൾസ്, വെൽക്കം ബാക്ക് ടു ദി പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ വെൽക്കം ടു ദി പോഡ്കാസ്റ്റ്. നിങ്ങൾ ആദ്യമായിട്ടായി പോഡ്കാസ്റ്റ് എങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളുടെ റെഗുലർ ഡെയിലി പോഡ്കാസ്റ്റ് അല്ലത്. വി ഡിസ്കസ് സം കോൺട്രവേഴ്ഷ്യൽ ഐഡിയാസ്. ഇച്ചിരി എന്താ പറയുക, ചിലർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്സ് ആയിരിക്കും നമ്മളിവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഇവിടെ ഞങ്ങൾ പറഞ്ഞു പോയേക്കാം. അതുകൊണ്ട് ചിലപ്പോൾ മൈൻഡ് ബ്ലോൺ ഒക്കെ ആവാനും പെർസ്പെക്റ്റീവ് വൈഡനൊക്കെ ആക്കാനും അത്യാവശ്യം വലിയ പോഡ്കാസ്റ്റ്. ആൻഡ് അഗെയിൻ ഗൈസ്, കുറേ പേരുടെ കമൻസ് ഞാൻ കാണുന്നുണ്ട്. വെരി ഗുഡ് സപ്പോർട്ട്, താങ്ക്സ്. എല്ലാത്തിനും ഭയങ്കര നന്ദിയുണ്ട് കേട്ടോ. അതായത് അതേപോലെ ഞാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ പറയാം, നിങ്ങൾ പോഡ്കാസ്റ്റ് ഇച്ചിരി കഴിഞ്ഞ് ഇൻട്രസ്റ്റിംഗ് ആവുകയാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ആ ഹൈ ബട്ടണോ ലൈക്ക് ബട്ടണോ ഒക്കെ ചെയ്താൽ ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഹൈ ബട്ടൺ ചെയ്യുന്നത് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങളിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, എന്താ പറയുന്നത്, നിങ്ങൾ കമ്മ്യൂണിറ്റി എന്താ ലിങ്ക് ഇടാത്തത്, കമ്മ്യൂണിറ്റി ലിങ്ക് എന്താ ഇടാത്തത്. ലൈക്ക് നമ്മൾ ഒരു സയൻസ് ആൻഡ് സോൾ അല്ലെങ്കിൽ എവേക്കൻ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റിലാണ് കമ്മ്യൂണിറ്റി തുടങ്ങിയതും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ ഈ ലിങ്ക് പബ്ലിക് ആക്കിയാൽ വരുന്ന ന്യൂസൻസ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ 3-4 പേരെ കിക്ക് ഔട്ട് ചെയ്തത് ഒരുത്തനുണ്ട്. അവൻ ലൈക്ക് ഭയങ്കര എത്തിസ്റ്റാണ്, ഭയങ്കര ബ്രോഡൻ മൈൻഡാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നിട്ട് ഇവൻ രാത്രി കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഗ്രൂപ്പിലെ പെൺപിള്ളേർക്ക് മെസ്സേജ് അയച്ചിട്ട് മുഖം കാണിക്കോ കൈ കാണിക്കോ, ഇതാണ് നടക്കുന്നത്. ലൈക്ക് അവനെ കിക്ക് ഔട്ട് ചെയ്തു. ഇപ്പൊ അവൻ വെളിയിൽ പോയിട്ട് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഇവൻ നമ്മൾക്കെതിരെ റിപ്പോർട്ട് ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള സൈക്കോസും സിക്ക് ആളുകളും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം ഫിൽട്ടർ ചെയ്ത് കയറ്റുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ആളുകളൊക്കെ വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനാ, ശല്യമാണ്, വേറെ ഒന്നുമില്ല. ലൈക്ക് അവിടെ വരുന്ന പഠിക്കാനും അറിയാനും ഒക്കെ വരുന്ന പെൺകുട്ടികൾക്കൊക്കെ ശല്യമാവുന്നു പറഞ്ഞാൽ അതൊരു ബാഡാണ്. അത് ഐ ആം റെസ്പോൺസിബിൾ, കാരണം അതെൻ്റെ ഗ്രൂപ്പാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, ഉറക്കം വരുന്നുണ്ട്. അത് പെപ്സിയാണ്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാത്തത്. എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന എല്ലാവർക്കും വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങും പബ്ലിക്കായിട്ട് ഇടാത്തതിൻ്റെ കാരണം ഇതുപോലുള്ള സ്യൂഡോ. അത് വെച്ചുകൊണ്ട് ഇന്നത്തെ പോഡ്കാസ്റ്റ് ടോപ്പിക് ഇച്ചിരി കിഡിലും വൈൽഡ് എപ്പിസോഡ് ടോപ്പിക്കാണ്. ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ്. പക്ഷെ അതിന് മുന്നേ, വാട്ട് ദ ഫ്രിഡ്ജ് ഇസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ ആൻഡ് കേരള ഗൈസ്. ഇന്ത്യയിൽ നടക്കുന്ന ന്യൂസ് അവസാനം പറയാം. ലൈക്ക് കേരള സ്റ്റാർട്ട് വിത്ത് ഗൈസ്. ഗ്ലോബൽ ന്യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ എനിക്ക് നമ്മുടെ റഷ്യ ഉക്രൈൻ വാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, റഷ്യ ഇന്നലെ ഉക്രൈനിൽ ഒരുപാട് ബലിസ്റ്റിക് എന്ന് പറയുന്നത് ഫുള്ളി ബലിസ്റ്റിക് അല്ല, പക്ഷെ മിസൈൽസും ഡ്രോൺസും ആയിട്ട് കിവീവിലും ദിനീപ്രോ സെൻട്രൽ സിറ്റിയിലും അറ്റാക്ക് ചെയ്യും. ഇത്ര നാൾ ഔട്ട്സ്കേർട്സിലായിരുന്നു. ഇപ്പോൾ ഒരു സിറ്റി സെൻറ്റേഴ്സ് ഫോക്കസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുക. 13 ആൾക്കാർ മരിച്ചു, 100ഓളം പേര് ഇഞ്ചേർഡായി. ആൻഡ് അത് റിറ്റാലിയേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. നമ്മുടെ റഷ്യയിലുള്ള ഒരു എന്താ പറയുക, ഹോസ്റ്റലിനകത്ത് കയറി പയ്യന്മാരെ ബോയ്സിനെയൊക്കെ ഉക്രൈനിയൻ സോ കോൾഡ് ആക്ടിവിസ്റ്റ് കൊന്നു കളഞ്ഞാൽ, സോൾജേഴ്സ് കൊന്നു കളഞ്ഞാൽ, അതൊക്കെ ഭയങ്കര കോൺട്രവേഴ്സിയാണ് അവിടെ വെച്ചേക്കാം. അതിന് വേണ്ടി റഷ്യ എന്തായാലും ചുട്ട മറുപടി കൊടുത്തുകൊണ്ട് ഉക്രൈനെ ആയിരുന്നു ഇപ്പം തീരുമാനമായി ഏറെക്കുറെ. യുക്രൈനിൽ നിന്ന് റഷ്യൻ ഹോസ്പിറ്റലിലൊക്കെ കയറി വെടിവെച്ചു, ഭയങ്കര വൃത്തിയോടെ കാണിച്ചു. ലൈക്ക് ഇപ്പോൾ ആദ്യമായിട്ടാണ് റഷ്യ അമേരിക്കൻ സിറ്റിസണിന് വാണിംഗ് കൊടുത്തേക്കാണ്. അമേരിക്കൻ സിറ്റിസൺസും ഇന്ത്യൻ സിറ്റിസൺസും ഒക്കെ കീവിലുണ്ടെങ്കിൽ അവിടുന്ന് എക്സിറ്റ് ആയിക്കോ, റഷ്യയുടെ പ്രൈം ടാർഗറ്റ് ഇനി കീവാണ് എന്ന് ഒരു പബ്ലിക് മിനിസ്ട്രി ഇത് അയച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. ഈ ഒരു കാര്യം വലുതായിട്ട് നിങ്ങൾ അറിയെങ്കിലും വേറൊരു കാര്യം നിങ്ങൾ ആരും അറിയത്തില്ല. ഇന്നലെ അമേരിക്ക ബോംബ് ദ ഷിറ്റ് ഔട്ട് ഓഫ് ഇറാൻ. അത് ആരും അങ്ങനെ അറിയത്തില്ല, കാരണം ഗൈസ് അത് നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. അമേരിക്ക ഇക്രൈനിൽ ബോംബ് ഷിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ബോംബ് ഇട്ടു. ഇറാൻ അതിനകത്ത് വേറൊരു സംഭവം എന്ന് വെച്ചാൽ അവര് റിറ്റാലിയേറ്റ് ബോംബിംഗ് ഒക്കെ ചെയ്തു. കുവൈറ്റിലും അമേരിക്കൻ മിലിറ്ററി കാര്യങ്ങളിലും ബേസിസിനകത്തൊക്കെ മിലിറ്ററി തിരിച്ചടിച്ചു. പക്ഷെ എന്തായാലും നോട്ട് വെരി എഫക്റ്റീവ്. ആൻഡ് US ഹാസ് സെഡ് ദാറ്റ് അവർ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ ബ്ലോക്കേഡ് കൊണ്ടുവരാൻ പോവാണ്. ഇനിയും അവരുടെ ടേംസിന് വഴങ്ങിയില്ലെങ്കിൽ നോ ഷിപ്സ്, നോ കണ്ടെയ്നേഴ്സ് എക്സെപ്റ്റ് US ആൻഡ് ഇസ്രായേൽ. അതല്ലാതെ വേറെ ഒന്നും പോകത്തില്ല. അതൊരു ഇറാൻ പറഞ്ഞു, നീ കൊണ്ടുപോകാൻ നമുക്ക് നോക്കാം. അങ്ങനെ ഒരു ഇതിൽ നിൽക്കുകയാണ്. അമേരിക്ക ഇപ്പൊ പറഞ്ഞു, ഒരു കപ്പലും ഇറാനോ ഇന്ത്യയോ ചൈനയോ ജപ്പാനോ ഒന്നും റഷ്യയോ ഒന്നും പോകൂല,
US കപ്പൽ മാത്രമേ അവിടെ സ്ട്രൈറ്റിൽ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇറാൻ പറഞ്ഞു US ഒഴിച്ച് ബാക്കിയെല്ലാം പോകും, നമുക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ച ചൈന കപ്പലും ഉണ്ട്, US ഉണ്ടാതിരുന്ന്. റഷ്യയും ചൈനയും കപ്പൽ കൊണ്ടുപോകുന്നുണ്ട്. ആഫ്രിക്കയോ അല്ലെങ്കിൽ സ്പെയിനോ ഒക്കെ കൊണ്ടുപോയാൽ ഡ്രോൺ ഇടും. അതെ, ഇനി അത് നടക്കത്തില്ല. നമ്മൾ പറഞ്ഞാൽ ഇനി ഇച്ചിരി ഇന്ത്യയിലുള്ള യുദ്ധത്തിനെ കുറിച്ച് പറയാം. ഇന്ത്യയില് ജമ്മു കാശ്മീർ ബാരാമുരയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാഷ്വൽ റുട്ടീൻ റെയ്ഡ് ഒക്കെ നടക്കുമായിരുന്നു. അപ്പോഴത്തേക്കും RPG ഒക്കെ തൂക്കി. എടേ, നമ്മള് PUBG ഒക്കെ കളിക്കുന്നവർക്ക് ഇത് മനസ്സിലാവും. നമ്മൾ ചില വീട്ടിലൊക്കെ കയറുമ്പോൾ മിസൈലൊക്കെ കിട്ടത്തില്ലേ, അതുപോലെ വെറുതെ ഒരു റെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ബോധവൽക്കരണം നടത്താൻ വേണ്ടി ഇപ്പൊ കേരള പോലീസ് റോഡ് സേഫ്റ്റി മന്താണ് ഈ മന്ത്. അപ്പൊ നമ്മൾ ചുമ്മാ റോഡിൽ കൂടെ ഒക്കെ പിടിച്ചു നിർത്തിയിട്ട് ഹെൽമെറ്റ് ഒക്കെ ടൈറ്റ് ചെയ്യണമെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ വെറുതെ ഒരു റൊട്ടീൻ ചെക്കപ്പിന് കുറച്ച് വീട്ടിൽ കയറുന്നത് കാണാം തോളത്ത് വെച്ച് ഫയർ ചെയ്ത് റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ്. അതെ അതെ, റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ്, അത് RPG US ഇമ്പോർട്ടഡ് മെഷീൻ ഗൺസ്, US ഇമ്പോർട്ടഡ് മെഷീൻ ഗൺസ് ഒക്കെ വീട്ടുകളിൽ ഇരിക്കുന്നത്. ചുമ്മാ നമ്മള് കേറുമ്പോ വിസ്കി ഒക്കെ വെച്ചേക്കുന്നതിനാണ് ബാഡ് ആയിക്കോളും. അപ്പൊ അങ്ങനെ ഒത്തിരി പേരെ പിടിച്ചു. അതുപോലെ തന്നെ 2 ദിവസം മുന്നേ 43 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10-15 പേര് റിമാൻഡിൽ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ഗ്രനേഡും കാര്യങ്ങളും എല്ലാം ഇന്ത്യയിൽ അറ്റാക്ക് നടത്താൻ വേണ്ടി. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഞങ്ങൾ കഴിഞ്ഞ 2 മാസമായിട്ട് പറയുന്ന എല്ലാ ന്യൂസിലും 2-3 തവണ വീതം പറയുന്നുണ്ട്. ലൈക്ക് ലാസ്റ്റ് 2 വീക്സ് അല്ലെങ്കിൽ ലാസ്റ്റ് 1 മന്ത് ആയിട്ട് ഒരു 50 ഇൻസിഡൻസ് അറസ്റ്റുകൾ നടന്നിട്ടുണ്ട്. 50 ആളുകളല്ല, 50 ഇൻസിഡൻസ്. ഒരിടത്ത് 10 പേര്, ഒരിടത്ത് 25 പേര്, ഒരിടത്ത് 30 റോക്കറ്റ്, ഒരിടത്ത് 25 റോക്കറ്റ്. ഇതെല്ലാം ഇന്ത്യക്കകത്തു നിന്ന് പിടിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ എവിടെങ്കിലും ഉടനെ പൊട്ടും. കാരണം പൊട്ടിക്കാൻ വേണ്ടി ഏതൊക്കെയോ ശക്തികൾ ആഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഒരൊറ്റ ന്യൂസ് മീഡിയയും കേരളത്തിലെ ഉൾപ്പെടെ ഒരൊറ്റ ന്യൂസ് മീഡിയ ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതിനർത്ഥം ഒന്നെങ്കിൽ ന്യൂസ് മീഡിയ ഇതിനെതിരാണ്, ഏതാ ഇന്ത്യയിൽ പൊട്ടുന്നതിനെതിരെ അല്ല എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ പൊട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിനൊരു വൈഡർ പബ്ലിസിറ്റി കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇത് മനഃപൂർവ്വം മറയ്ക്കുന്നതാണ്. ഏതാണെന്ന് നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കുക. അതേപോലെ ന്യൂസിലൊന്നും കവർ ചെയ്യാത്ത വേറൊരു സാധനമാണ് ഡൽഹിയിലും ശരിക്കും മുംബൈയിലാണെന്ന് തോന്നുന്നു. മുംബൈയിലും ഡൽഹിയിലും ടെററിസ്റ്റ് ബോംബുകൾ പൊട്ടിക്കാനും അതിനുള്ള പദ്ധതികളും ഒക്കെ ആയിട്ട് 9 പേരെ അറസ്റ്റഡ് ബൈ മുംബൈ സ്പെഷ്യൽ സ്ക്വാഡും ATSും കൂടെ ഒരുമിച്ച്. അത് മെനഞ്ഞാന്ന് അത് അറസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ അവര് കൺഫസ് ചെയ്തു, ഞങ്ങൾക്ക് ഇതായിരുന്നു പരിപാടി, ഇതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അവരുടെ അറസ്റ്റ് ചെയ്ത പ്രോപ്പർട്ടീസിൽ നിന്ന് ഇവരുടെ പ്ലാനും ചാർട്ടും കാര്യങ്ങളും എല്ലാം 7 ഇന്ത്യക്കാരും 2 നേപ്പാളികളും. അത് നേപ്പാളികൾ ഇൻക്ലൂഡ്. അതാണ് ഞാൻ ഞെട്ടിപ്പോയത്. അതെന്താ സംഭവം ഒന്നും എനിക്കറിയത്തില്ല ഗൈസ്. ഇനി നമുക്ക് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കേരള. ഇനി കേരളയല്ല, ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ 2 ദുരന്തങ്ങൾ ഈ മാസം, ഈ ആഴ്ചയാണ് നടന്നത്. ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ദുരന്തങ്ങൾ, ഒന്ന് ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇങ്ങേ അറ്റത്ത് കേരള എന്ന് പറയുന്ന മണ്ടന്മാരുടെ സ്ഥലത്ത്, ഞാൻ ഉൾപ്പെടെ, ഞാനും മണ്ടനാണ്, നിങ്ങളും മണ്ടനാണ്, അല്ലാന്ന് പറയണ്ട സ്ഥലത്ത് ഒരു എന്തായിരുന്നു ഞാൻ പറയാം, അഖില എന്ന് പറയുന്ന ഒരു അമ്മയും പുള്ളിക്കാരിയുടെ ബോയ് ഫ്രണ്ട് അഷ്കർ എന്ന് പറയുന്ന ബോയ് ഫ്രണ്ടും കൂടി ഒന്നിക്കാൻ തീരുമാനിക്കുക. അപ്പൊ അഖിലയ്ക്കൊരു കുഞ്ഞുണ്ട്, അർഷിദ് എന്ന് പറയുന്ന ഒരു കുഞ്ഞുണ്ട്. അതൊരു ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇവര് സെറ്റ് ആവുന്ന സമയത്ത് ഈ അഖില 3 months പ്രഗ്നന്റ് ആണ്. ആൻഡ് ഈ അഷ്കർ എന്ന് പറയുന്ന പയ്യൻ ഓൾറെഡി ഡൊമസ്റ്റിക് അബ്യൂസിന് വേണ്ടി പണി കിട്ടി, എന്തോ ഫസ്റ്റ് വൈഫ് ഇട്ടിട്ട്. അഷ്കർ എന്ന് പറയുന്ന ഒരു പീഡന വീരനാണ്. അങ്ങനെ അഖില ഇതിൽ വീണു, ഏട്ടായി കലിപ്പനായോണ്ട് അഖില വീണു. എന്നിട്ട് അഖിലയും അഷ്കറും കൂടെ ഒരു തീരുമാനം എടുത്തു, നമുക്ക് ഒന്നിച്ച് ജീവിച്ചാൽ പോരെ, നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ടല്ലോ, ഇത് എൻ്റെ കുഞ്ഞല്ലല്ലോ. അപ്പൊ അഷ്കർ ഈ കുഞ്ഞിനെ മൃഗീയമായിട്ട് കൊന്നു കളഞ്ഞു. ലൈക്ക് കൊന്നു കളഞ്ഞതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ വന്നു. ലൈക്ക് ദേഹത്ത് മുഴുവൻ 59 വട്ടം, 59 ദേഹത്ത് ലൈറ്റർ വെച്ച് കത്തിക്കുക. ലൈക്ക് ആദ്യമേ ഡോക്ടർമാർ വിചാരിച്ചത് സിഗരറ്റ് കൊണ്ട് കുത്തിയതാണ്. 59 60 വട്ടം ഇങ്ങനെ അവൻ വെറുതെ ഇരിക്കുമ്പോൾ കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങനെ സിഗരറ്റ് വെച്ചിട്ട് ഇങ്ങനെ കുത്തും. മനസ്സിലായോ അവൻ്റെ മെൻറ്റാലിറ്റി? അപ്പോൾ അങ്ങനെയാണെന്ന് വിചാരിച്ചു. എന്നിട്ട് മനസ്സിലായി അത് സിഗരറ്റ് കുത്തിയതല്ല, കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ എടുത്തിട്ട് ലൈറ്റർ കത്തിക്കുക, കുഞ്ഞിൻ്റെ ചെവിയിൽ ലൈറ്റർ കത്തിക്കുക, കുഞ്ഞിൻ്റെ നെറ്റിയിൽ ലൈറ്റർ കത്തിക്കുക, ഇങ്ങനെ 59 പാടുകൾ. എന്നിട്ട് ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. കുഞ്ഞ് എങ്ങനെയാണ് മരിച്ചതെന്ന് നിങ്ങൾ അറിയാവോ?
ഇത് ന്യൂസിൽ എല്ലാം വലിയ വാർത്തയായിരുന്നു. ഇപ്പൊ ഇതൊന്നും ഇല്ല, ആർക്കും കേൾക്കണ്ട. ഈ വൃത്തികെട്ട ന്യൂസ് മീഡിയ ഇതൊക്കെ മറയ്ക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ കേട്ടോ, ഇവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ വന്നതിനകത്ത് ഈ കുഞ്ഞിന്റെ 9 വാരിയെല്ലാണ് ഒടിഞ്ഞേക്കുന്നത്. 7 അപ്പർ എന്ന് വെച്ചാൽ കുഞ്ഞിന്റെ മരണകാരണം, അഷ്കറിന്റെ മരണകാരണം എന്ന് പറയുന്നത് അർഷിദിന്റെ മരണകാരണം എന്ന് പറയുന്നത് അഷ്കർ കുഞ്ഞിനെ തറയിലിട്ടിട്ട് നെഞ്ചത്ത് ചവിട്ടി എല്ലും കൂടി പൊട്ടിച്ച് എല്ല് ചെന്ന് ഹേർട്ടിലും ലങ്സിലും ഞെക്കി ലങ്സും ഹേർട്ടും പൊട്ടിപ്പോയാണ് മരിക്കുന്നത്. 9 റിബ് കേജസ് ആണ്. റിബ് കേജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാരിയെല്ലാണ് പൊട്ടിയേക്കുന്നത്. അവനാണ് കേരളത്തിലുള്ളവൻ, അവനെയാണ് നമ്മളുടെ മീഡിയ സംരക്ഷിക്കാൻ നോക്കുന്നവൻ. ഇവന് വധശിക്ഷ കൊടുക്കാത്തതും ഇവന് എന്തുകൊണ്ട് ഇന്നേ വരെ ഇവനെ ആളുകൾ കൊന്നില്ല എന്നുമാണ് ഞാൻ ആലോചിക്കുന്നത്. അത് ഇതൊക്കെ സിക്ക് ആളുകളാണ്. എനിക്ക് പേടിയാവുന്നു ഇതൊക്കെ കണ്ടിട്ട്. ഇതുപോലുള്ള ആളുകൾ നമ്മളുടെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയുന്നത്. ഞാൻ LLB പഠിക്കുന്ന ലോയറാണ്. ആൻഡ് പുള്ളിയുടെ ഡിഫൻസ് എന്തോന്ന് എനിക്ക് മനസ്സിലാവും. സിക്കാണ്, മെന്റലി സിക്കാണെന്ന് പറഞ്ഞവനാണ് ഇറങ്ങി വരാം. പക്ഷെ ഹീസ് നോട്ട് സിക്ക്. ഇതുവരെ സൈക്കോട്ടിക് ഇഷ്യൂസ് വലുതായിട്ടൊന്നും ക്ലെയിംഡ് ആവാതെ ഇത് പ്യുവർ ഹേറ്റ്രിഡിൽ നിന്ന് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഇൻഡ്രോക്ടിനേറ്റഡ് ആവുന്ന ഭ്രാന്ത്. ഇതിന് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ട്രാജഡി പോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ വേറൊരു ട്രാജഡി നടന്നു, UP എന്ന് പറഞ്ഞാൽ ഈദ് നടക്കുകയാണ്. ഈദ് നടക്കുമ്പോൾ ഇത് നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവത്തില്ല. കാരണം നോർത്ത് ഇന്ത്യയിൽ UP നടക്കുന്ന വേറെ എന്തെങ്കിലും കഥയാണെങ്കിൽ കേരളത്തിൽ കത്തുന്നതാണ്. കേരളത്തിൽ മാർച്ചും പാകിസ്ഥാന്റെ കൊടിയൊക്കെ കൊണ്ട് കുറേ ആളുകൾ നടക്കുന്നതല്ലേ. ഒരു ഹമാസിൽ നടക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ ആരും കേൾക്കാൻ വഴിയില്ല. ഇത് നിങ്ങൾ കേൾക്കണം. ഇത് പറയാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഈദ് നടക്കുമ്പോൾ ഒരു അമ്പലവും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ കുറേ ആടുകളെ വാങ്ങിച്ചിട്ട് സാക്രിഫൈസ് ചെയ്യാൻ പോവാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ചടങ്ങാണോ എന്താണോ എന്ന് എനിക്കറിയത്തില്ല. ആടുകളെ കുരുതി കൊടുക്കാൻ പോവാ. ഈ കൊണ്ടുവന്നപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് ഇത് വെജിറ്റേറിയൻസും മാംസം കഴിക്കാത്തവരും അമ്പലങ്ങളും ഒക്കെ ഉള്ള അവിടെ കൊണ്ടുവന്ന് തന്നെ ഇവർക്ക് മുറിക്കണം. മനസ്സിലായോ? അവരുടെ പള്ളികളിൽ മുറിക്കേണ്ട, അവരുടെ വേറെ സ്ഥലങ്ങളിൽ മുറിക്കേണ്ട, അവർക്ക് ഇവിടെ കൊണ്ടുവന്ന് തന്നെ മുറിക്കണം. അപ്പോൾ അവിടെയുള്ള ആളുകൾ എതിർത്തു. അവിടെയുള്ള ആളുകളിൽ യൂത്തുകളൊക്കെ എതിർത്തു, ഭയങ്കരമായിട്ടായി. പിന്നെ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് ആടുകളെല്ലാം എടുത്തുകൊണ്ട് പോയി. അവിടെ മുറിക്കാൻ സമ്മതിച്ചില്ല. കാരണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും റിലീജിയസ് പ്രാക്ടീസ് നടത്താൻ നമ്മളുടെ രാജ്യത്ത് അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കൊണ്ടിട്ട് നടത്താൻ പറ്റത്തില്ല, എനിക്ക് താല്പര്യമില്ല എങ്കിൽ. അത് ഇന്ത്യൻ നിയമമാണ്. അപ്പോൾ അങ്ങനെ പോലീസ് വന്ന് ആടിനെ എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് അവസാനം ഈദിൻ്റെ വൈകിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് തീർക്കാമെന്നും പറഞ്ഞിട്ട് ആസാദ് എന്ന് പറഞ്ഞ പയ്യൻ, ഈ മുറിക്കാനും കാര്യത്തിനും എല്ലാം മുന്നേ നിന്നവൻ, കൊച്ചു പയ്യന്മാരാണ് ഇതൊക്കെ. ഇവനൊക്കെ എങ്ങനെ ഒരു ആടിനെ കൊല്ലുന്നു എന്ന് പോലും എനിക്കറിയത്തില്ല. അത് പോട്ടെ. അവൻ ഇവനെ വിളിച്ചു, സൂര്യ എന്ന് പറഞ്ഞ് പോലീസിനെ വിളിച്ചവനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ അളിയ ഫുഡുണ്ട്. ഇവരെല്ലാം ഒരു സ്ഥലത്തൊക്കെ ഉള്ളതാണ്, ഇവർക്ക് അറിയാം. അളിയ ഫുഡുണ്ട്, വാ കഴിക്കാൻ വാ, രാവിലെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് ആസാദും അവൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി 11 വയസ്സുള്ളൊരുത്തനെ കുത്തിയും കൊന്നു. ഫുഡ് കഴിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വിളിച്ചു വരുത്തി റൂമിനകത്ത് കയറ്റി കുത്തിയിട്ട് എന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങി ഓടിയവനെ 2-3 പേര് പിടിച്ചു നിർത്തി സിനിമയിലൊക്കെ കാണുന്നതിനെക്കാട്ടിയും ബ്രൂട്ടലായിട്ട് അവനെ കൊന്നു കഴിഞ്ഞു. 28-ാം തീയതി മെയ്യിലാണ് ഇവനെ കൊല്ലുന്നത്. ഫുഡ് കഴിക്കാനെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കൊന്നു കളഞ്ഞു. എന്നിട്ട് 28-ാം തീയതി കഴിയുന്നു. 29-ാം തീയതി യോഗിയും കാര്യങ്ങളും എല്ലാം UP അറിയുന്നു. അൾട്ടിമേറ്റം പറഞ്ഞു, ഒരു സൺറൈസും കൂടി അവൻ കാണാൻ പാടില്ല എന്ന് പറയുന്നു. അടുത്ത ദിവസം 30-ാം തീയതി ഏർലി മോർണിംഗ് ആസാദിൻ്റെ ശവം പോലീസ് ഹാജരാക്കുന്നു. ദേഹത്ത് മൊത്തം വെടിയുണ്ടയുടെ തുള. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ, ഒരു 11 വയസ്സുള്ളൊരുത്തനെ കുത്തിക്കൊല്ലാൻ മനസ്സുള്ളവനെ വെടിവെച്ച് കൊല്ലുക എന്നായിരുന്നു ഓർഡർ. ഒഫീഷ്യൽ ഓർഡർ ഈസ് ലൈക്ക് പോലീസ് പിടിക്കാൻ പോയി, അവൻ പോലീസിനെ അപമാനപ്പെടുത്താൻ പോയപ്പോൾ പോലീസിൻ്റെ സെൽഫ് ഡിഫെൻസിന് കൊന്നു എന്ന്. അതൊന്നും അല്ല. മതത്തിൻ്റെ പേരിൽ ഇനി ആരെ കൈവച്ചാലും വെടിവെച്ച് കൊല്ലുക. അതാണ് UP ഇത്. അതിപ്പം കഴിഞ്ഞ മാസം ഒരു BJPയുടെ ലീഡർ ഒരു പെൺകുട്ടിയെ ഓഫീസിൽ വിളിച്ച് ജോലി കൊടുക്കാമെന്നോ എന്തൊക്കെ പറഞ്ഞുകൊണ്ടോ പീഡിപ്പിച്ചിട്ട് പവർ ഉപയോഗിച്ച് പോകാൻ തുടങ്ങി. ആദിത്യനാഥ് യോഗി എന്താ ഓർഡർ ഇട്ടെന്നറിയാമോ? എൻകൗണ്ടർ. എന്നിട്ട് ഇയാൾ ഒളിവിൽ പോയി. BJP ലീഡറിനെ കാലിൽ 4 വെടിയുണ്ടയായിട്ട് എടുത്തുകൊണ്ട് വരുന്ന ഫോട്ടോ ഉണ്ട്. അതുകൊണ്ട്
ഏത് മതത്തിലും ഏത് പാർട്ടിയിലും എന്ത് നടന്നാലും യു പിയിൽ വേറൊരുത്തൻ്റെ കൈ വെച്ച് കഴിഞ്ഞാൽ വെടികൊള്ളും. അതുപോലെ കേരളത്തിൽ വരണം. ഇതുപോലെ ഈ സംസ്ഥാനത്ത് നടക്കുന്നതിൻ്റെ ഒക്കെ തുടക്കമാണ് ഈ അഷ്കറും അർഷിദിന്റെ ഒക്കെ മരണമൊക്കെ. വേറൊരു സാധനം എന്ന് വെച്ചാൽ ഈ സാധനം നടക്കുമ്പോൾ 28-ാം തീയതിയാണ്. 27-ാം തീയതി ഞാൻ UP ഗാസിയാബാദിലുണ്ട്. ഞാൻ അവിടെ നിൽക്കുന്ന ഒരു മച്ചാൻ്റെ കൂടെ ആയിരുന്നു. മച്ചാനോട് സംസാരിച്ചപ്പം പുള്ളി എൻ്റെ അടുത്ത് ആകെ പറഞ്ഞ 2 കാര്യമാണ്. 5 കൊല്ലം മുന്നേ നിങ്ങൾ ഗാസിയാബാദിലേക്ക് കുത്തിക്കൊന്നു. ഞാൻ അവിടെ നിന്ന് 5 വർഷം മുന്നേ ഗാസിയാബാദിൽ നിങ്ങൾ വന്നായിരുന്നെങ്കിൽ നിങ്ങൾ തുപ്പിയായിരുന്നു. ഇപ്പം ഗായ്സ്, ഐ എം റിയലി ഇംപ്രസ്ഡ് ബൈ ഹൗ ക്ലീൻ ഡൽഹി ക്ലീൻ ആണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ഗാസിയാബാദ് എന്ന് പറഞ്ഞാൽ UP ബോർഡറില്ല, ഹിൻഡോൺ എയർപോർട്ടൊക്കെ ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. അതെനിക്ക് പറയണമെന്ന് തോന്നി. അവിടെ അന്ന് ഈദിന്റെ ഒരുക്കങ്ങൾ എനിക്ക് മനസ്സിലായി. ഈദിന്റെ ഒരുക്കങ്ങളല്ലാണ്ട് അതെല്ലാം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ശല്യമൊന്നും പെടുത്താത്ത നല്ല രീതിയിൽ പോയി. പക്ഷെ സംബഡി ഓൾവേസ് ദർ വിൽ ബി എ വൺ. ഇത് പറയുന്ന പോലെ നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ നോക്കിക്കോ. ഇതിനകത്ത് വന്ന് സംഘികളാണ്, ഇവന്മാര് വിഷങ്ങളാണെന്ന് പറയുന്നവൻ ടെററിസ്റ്റ് ആണ്. സത്യം. അവനെ ബ്ലോക്ക് ചെയ്യണം. അവൻ ടെററിസ്റ്റ് ആണ്. അല്ലാതെ ഇത്രയും പറയുന്ന കാര്യം ഇതിലെന്തെങ്കിലും ശരിയുണ്ടോ, ഇവൻ പറയുന്നത് ശരിയാണല്ലോ, ഇതിലൊരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയുമല്ല. ഞങ്ങൾ എന്തെങ്കിലും ആണ്, ഞങ്ങൾ സംഘികളാണ്, ഞങ്ങൾ കാശ് വാങ്ങിച്ചിട്ട് ചെയ്യുന്നതാണെന്നൊക്കെ പറയും. അവൻ ടെററിസ്റ്റ് ആണ്. അവനെ അകറ്റി നിർത്തുക. കാരണം നമുക്കും അച്ഛനും അമ്മയും പിള്ളേരും മക്കളും അനിയന്മാരും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. വി ഡോണ്ട് വാണ്ട് ദം ഡെഡ്. മാറി നിൽക്കും. അത് കഴിഞ്ഞിട്ട് മാറാൻ പറ്റിയില്ല എന്ന് വരുമ്പോൾ വെടിവെക്കുന്ന ഗവൺമെന്റിനെ ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാനും ഇങ്ങാരും സംഖ്യയല്ല, ഉടാപ്പിയല്ല. ഞങ്ങളുടെ ഒരു റിലേഷനും ഒരു ബേസ്. ഞാൻ ഇന്നേ വരെ ശാഖയിലും പോയിട്ടില്ല, ഇന്നേ വരെ പള്ളിയിലും പോയിട്ടില്ല, അമ്പലത്തിലും പോയിട്ടില്ല, എങ്ങും പോയിട്ടില്ല. പക്ഷേ ഞാൻ ഇത് പറയണം. ഒരു സെക്കൻഡ്, ഐ എം നോട്ട് അപ്പോളജൈസിങ്. അപ്പോളജൈസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് ഇവിടെ പറയണം. ഞങ്ങൾ ക്രിസ്ത്യാനികളെ ബൈബിളിനെ കുറിച്ച് ആക്ഷേപിച്ചൊരു വീഡിയോ ഇത്. അതിനെക്കുറിച്ച് ഞങ്ങളെ എന്താ പറയണേ, ഇങ്ങനെ ആണ് കാര്യം എന്ന് പറഞ്ഞു എടുക്കാൻ ഒരാൾ വന്നു. പക്ഷെ ആരും ഭീഷണിപ്പെടുത്താൻ വന്നില്ല. പക്ഷെ ഞങ്ങൾ നിങ്ങൾ പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിനെ കുറിച്ച് എന്തെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഉടനെ ഭീഷണിയാണ് വരുന്നത്. ആ ഒരു നമ്മൾ തുടങ്ങുന്നു ഇന്നത്തെ പോഡ്കാസ്റ്റ്. നമുക്ക് വരുന്നത് കത്തിയൊന്നും എടുത്തോണ്ട് വരില്ല കേട്ടോ, ചുമ്മാ പറഞ്ഞ സാരമില്ല. ഉണ്ട്. അപ്പോ നമുക്ക് പോഡ്കാസ്റ്റിലേക്ക് പോവാം. നമ്മൾ കുറച്ച് ക്യാരിഡ് അവേ ആയതല്ല, പറയേണ്ട കാര്യങ്ങൾ പറയണം. കാരണം ഇപ്പൊ എന്നെയും ഇവനെയും ചാനലിനെയൊക്കെ സംഖ്യകളാണ് കാശ് വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോ എനിക്ക് മനസ്സിലായി ഇതുപോലെ പറയുന്നവരെ എല്ലാരെയും ഇവരിങ്ങനെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഹിന്ദു മിത്തോളജി ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് എഴുതി വെച്ചാൽ ഭഗവത്ഗീത റിലീജിയൻ, അതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ റിലീജിയൻ അല്ല, അതൊക്കെ ഏലിയൻ ടെക്നോളജി, തേങ്ങ ചക്ക അതൊക്കെ പറയുന്നത് ആഹ്ലാദകരവും ഭയങ്കര അക്സെപ്റ്റിംഗ് ആണ്. പക്ഷെ വേറെ ഏതെങ്കിലും ദൈവത്തിനെ പറഞ്ഞ് നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ശരിയായില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതെന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിറ്റി ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരുപാട് പേര് ഡിബേറ്റിന് വന്നു, കാഷ്വൽ ടോക്കിന് വന്നു. വി അക്സെപ്റ്റ് ആൻഡ് അക്നോളജ്. അതുപോലത്തെ വ്യൂ പോയിന്റ്സ് വരട്ടെ, നല്ല കാര്യം. പക്ഷെ ഭീഷണിപ്പെടുത്തുന്ന അത് ഭയങ്കര റോങ് ആട്ടോ. അപ്പൊ പോട്ടെ, അവർക്ക് അവരുടെ ബുദ്ധി വെച്ച് ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ. ചെയ്യാം. അതെ. സോ ഗൈസ്, ഇത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ വി ഹോപ്പ് വി ആർ റോങ്. ഇന്നത്തെ ഇച്ചിരി ടഫ് തന്നെ എല്ലാം. അതെ. അപ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ വേറൊരു കാര്യം പറയാം. കോൺസ്പിറസി എന്ന് പറയുന്ന തിയറീസ് പല രീതിയിലുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ലെവൽസ് ഓഫ് കോൺസ്പിറസികളുണ്ട്. ഇപ്പം ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നൊക്കെ പറയുന്ന പോലെ എല്ലാത്തിനും ഉള്ളതുപോലെ കോൺസ്പിറസിക്കും ലെവൽസ് ഉണ്ട്. അതിനകത്ത് എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. ലോ ലെവൽ കോൺസ്പിറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഒരു ചൈനീസ് പാർട്ടി ആണോ അല്ലയോ എന്നൊരു ഭയങ്കരമായിട്ട് വലിയൊരു ഒരു കോൺസ്പിറസി തിയറി ആയിരുന്നു. ലൈക്ക് ഒരു 40 ഇയർ 30 ഇയർ ഒക്കെ മുന്നേ ഇത് ഭയങ്കരമായിട്ട് കത്തിപ്പടർന്ന ഒരു കോൺസ്പിറസിയാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് ചൈനീസിന്റെ പ്രോക്സി പാർട്ടി ആണോ അല്ലയോ എന്ന്. ചൈനയുടെ മാത്രമല്ല. അപ്പൊ ഇപ്പോ അത് അന്നൊക്കെ 100ൽ ഒരാളെങ്കിലും അത് വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഇപ്പം ഇന്ത്യ ഏകദേശം 70 to 80% ഓഫ് പോപ്പുലേഷൻ ബിലീവ്സ് ദാറ്റ് തിയറി. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഇത്രയും സ്റ്റേറ്റ് ഉള്ളതിനകത്ത് 3 സ്റ്റേറ്റാണ് കോൺഗ്രസിനുള്ളത്. നേരത്തെ ഫുള്ളും കോൺഗ്രസിനായിരുന്നു. കേരളയും കർണാടകയും ഹിമാചലും മാത്രമേ എങ്ങാണ്ടേ ഉള്ളൂ. ഒപ്പോസിഷൻ. അപ്പോൾ അതൊക്കെയാണ് ലോ ലെവൽ കോൺസ്പിറസീസ്. അത് ഏകദേശം പ്രൂവ്ഡ് ആണെന്നൊക്കെ പറയുന്ന പോലെ ഞാൻ യെസ് ഓർ നോ എന്ന് പറയുന്നില്ല, അത് നിങ്ങളുടെ താല്പര്യം.
കേരളത്തിൽ മാത്രമേ നിങ്ങൾ ജീവിക്കുന്നുള്ളെങ്കിൽ നിങ്ങൾ കേരളം വെച്ച് കമ്പയർ ചെയ്യില്ല, ഇന്ത്യയുടെ മൊത്തം ഡെമോഗ്രാഫിക് ചാർട്ട് എടുത്ത് നോക്കുക. ഇനിയും ലെവൽ 2 കോൺസ്പിറസി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എപ്സ്റ്റീൻ ഫയൽസ്, ഈ കോവിഡ് വാക്സിൻ ഫേക്ക് ആയിരുന്നോ, ഈ പാൻഡമിക്, ഈ എന്താ പറയുന്നത് COVID-19 പാൻഡമിക് വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഫേക്ക് ആക്കിയതാണോ, അല്ലെങ്കിൽ എലൈറ്റ്സ് എന്ന് പറയുന്നവർ, ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്, ഇതൊക്കെ ലെവൽ 2 ആവാൻ കാരണം ഇത് ഭയങ്കര ഹൈ ക്യൂരിയോസിറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. അത് മാത്രമല്ല ഇതൊക്കെ നമ്മളുടെ നോളജ് ബേസിൽ അവൈലബിൾ ആണ്, പക്ഷേ ഹിഡൻ ആണ്. നമുക്ക് എത്തിയാൽ കിട്ടും, പക്ഷേ നമുക്ക് എത്താനുള്ള സ്കോപ്പ് കുറവാണ്. ഇതൊക്കെയാണ് ലെവൽ 2 കോൺസ്പിറസീസ്. ഇനി മൂന്നാമതൊരു ലെവലുണ്ട്, അതാണ് ലെവൽ 3 കോൺസ്പിറസീസ്. അത് എന്ന് പറയുമ്പോൾ അത് ഡീൽ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻ ഒറിജിൻ, നമ്മുടെ ഹ്യൂമൻസ് എഞ്ചിനീയർഡ് ആണോ, അല്ലെങ്കിൽ ഏലിയൻ ക്രിയേറ്റേഴ്സ് ഉണ്ടോ, ഹ്യൂമൻസ് എഞ്ചിനീയർഡ് ആണോ, സ്റ്റാർ സീഡ്സ്, സോൾസ്, ഈ പ്ലിയേഡിയൻസ്, ആർക്കേനിയൻസ്, ഗലാക്റ്റിക് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹ്യൂമാനിറ്റി ഒരു കളക്റ്റീവായിട്ട് നോക്കുമ്പോൾ വരുന്ന തിയറീസും കോൺസ്പിറസീസും ഒക്കെയാണ്. ടോപ്പ് ലെവൽ ക്യൂരിയോസിറ്റി വരുന്ന സാധനങ്ങളൊക്കെയാണ് ലെവൽ 3 കോൺസ്പിറസി തിയറീസ്. അപ്പോൾ ഈ ലെവൽ എത്തണമെങ്കിൽ, ഈ ലെവൽ 3 എത്തണമെങ്കിൽ നമ്മൾ കോൺസ്പിറസി ഒക്കെ തുടങ്ങിയിട്ട് ഒരു 3-4 കൊല്ലം എടുക്കണം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും കണ്ട് മുകളിൽ എത്തേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പെക്യുലാരിറ്റി എന്താന്ന് പറഞ്ഞാൽ ആർക്കും ഇതിൻ്റെ ഉത്തരം ശരിയോ തെറ്റോ എന്ന് അറിഞ്ഞുകൂടാ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ക്രിപ്റ്റോ കറൻസിയുടെ ലെവൽ 2 ക്രിപ്റ്റോ കറൻസിയുടെ ഓണർ നകാട്ടോ കിഷിമോട്ടോ ആണോ പുട്ടിനാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തപ്പിപ്പോയാൽ ഭൂമിയിൽ തന്നെ ഉത്തരവുണ്ട്, പക്ഷെ കിട്ടില്ല. കിട്ടുമോ കിട്ടാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ ലെവൽ 3 പ്രശ്നം എന്ന് പറഞ്ഞാൽ തപ്പിപ്പോയാലും കിട്ടില്ല, കാരണം ആർക്കും അറിയത്തില്ല. മനസ്സിലായോ? ഒരു ഡെഫിനിറ്റ് ആൻസർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് എന്നും ഒരു കോൺസ്പിറസി തിയറി ആയിട്ട് തന്നെ ഇരിക്കും. അതാണ് നമ്മൾ ഇന്നും ഡീൽ ചെയ്യാൻ പോകുന്ന ഒരു തിയറി. ലെവൽ 3 ആണ്, ഹൈ തിയറീസ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ കോൺസ്പിറസിക്ക്, നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന കോൺസ്പിറസിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്ത് പോകും തോറും, ഈ പോഡ്കാസ്റ്റ് നമ്മൾ എൻജിനീയർ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ കുറച്ച് സമയം നമ്മൾ ഇതിനെപ്പറ്റി സെറ്റ് ചെയ്യും, രണ്ടാമത്തെ സമയം കുറച്ച് സയൻസും കുറച്ച് മിത്തോളജീസും ആഡ് ചെയ്യും, മൂന്നാമത്തെ സമയമാണ് ലൈക്ക് തേർഡ് പാർട്ടാണ് നമ്മൾ ഇതെല്ലാം കണക്ട് ചെയ്ത് നമ്മൾ യോജിപ്പിച്ച് നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. എന്നാലും നിങ്ങൾക്കും കാര്യങ്ങൾ കത്തും, ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ പോഡ്കാസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കോൺസ്പിറസിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ച് പോകും തോറും ഇതിൻ്റെ കോൺസ്പിറസി എന്ന് പറയുന്ന സാധനം കുറഞ്ഞ് വന്നിട്ട് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ തുടങ്ങും. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് നേരം ഒരു 1 hour നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും, ഇത് കോൺസ്പിറസി അല്ലല്ലോ, ഇതിനകത്ത് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം, NCERTയുടെ ആർമി ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളിത് ഒന്ന് കാണുക, ഇത് ഒരു പോഡ്കാസ്റ്റ് എന്ന രീതിയിൽ എടുക്കുക. ഞങ്ങളിത് റിയാലിറ്റി നല്ല കോൺസ്പിറസി, അതെ നിങ്ങളത് പറയുക. അതുപോലെ തന്നെ സ്കൂളിലും ബുക്കിലും സയൻസ് ബുക്കിലും 7ാം ക്ലാസ് സയൻസ് ടെക്സ്റ്റിലും ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ 6ാം ക്ലാസ്സിലെ വിവരവും കൊണ്ട് വന്നിരുന്ന് ഇത് ഡിസൈഫർ ചെയ്യാൻ നോക്കിയാൽ നിങ്ങളുടെ നാട്ടിലെ തുപ്പൽ പുറത്തേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് കാണുക. സയൻസിലും സോളിനും കാര്യങ്ങൾക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളിവിടെ പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു നോളജ് ബേസിനെ വെച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ തിയറീസ് എന്നും കോൺസ്പിറസി എന്നും ഒക്കെ പറയുന്നത്. അങ്ങനെ കാര്യങ്ങൾ, അതെ, അങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനലാണ്. ഇവിടെ വന്നിരുന്ന് 6ാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ 6th ടെക്സ്റ്റിൽ ഇതില്ല എന്ന് പറയുന്നത് ഗൈസ്, അതിൽ എനിക്ക് എക്സ്പ്ലനേഷൻ ഇല്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനി ഞാൻ ഈ ഹേറ്റേഴ്സിനൊക്കെ അശ്വിൻ കോക്കിനാണ് റിയാക്ട് ചെയ്യാൻ പോവുക. സോ ഇതെല്ലാം തുടങ്ങുന്നത് ആകാശത്തു നിന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? സ്റ്റാർസ് കാണും, കോൺസ്റ്റലേഷൻസ് കാണും, അതുപോലെ സൂര്യൻസിനെ കാണാൻ പറ്റും, കോമറ്റ്സിനെ കാണാൻ പറ്റും, ആസ്ട്രോയിഡ്സിനെ കാണാൻ പറ്റും, ഇതുപോലെ പല കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്കൈയിൽ കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ആണ്. എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതിയിൽ ഒരു ഷേപ്പിലോ, കാളയുടെ ഷേപ്പിലോ, അല്ലെങ്കിൽ അമ്പും വില്ലും വിടുന്ന ആളുടെ ഷേപ്പിലോ, അല്ലെങ്കിൽ സ്കോർപ്പിയൻ്റെ ഷേപ്പിലോ ഒക്കെ ഇരിക്കുന്ന ഓരോരോ കോൺസ്റ്റലേഷൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരു കോൺസ്റ്റലേഷനാണ് പ്ലിയേഡിയൻ എന്ന് പറയുന്ന. അത് കോൺസ്റ്റലേഷൻ മാത്രമല്ല, അതൊരു സ്റ്റാർ സിസ്റ്റമാണ്. അതിനകത്ത് 1000കണക്കിന് സ്റ്റാറുകളുണ്ട്.
അപ്പോൾ ആ ആയിരക്കണക്കിന് സ്റ്റാറുകൾ നമുക്ക് നോക്കുമ്പോൾ 6 എണ്ണമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്ലിയേഡിയൻ സ്റ്റാർ സിസ്റ്റം എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ നമുക്ക് ഒത്തിരി ഇമ്പോർട്ടൻസും വേദിക് കൾച്ചറിൽ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്റ്റാർ സിസ്റ്റമാണ് പ്ലിയേഡിയൻ സ്റ്റാർ സിസ്റ്റം. സംസ്കൃതത്തിൽ അല്ലെങ്കിൽ വേദത്തിൽ ഈ സ്റ്റാർ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് കൃതിക നക്ഷത്ര. കൃതിക നക്ഷത്ര എന്നാണ് ഈ പ്ലിയേഡിയൻ സ്റ്റാർ സിസ്റ്റത്തിനെ പറയുന്നത്. മലയാളത്തിൽ വരുമ്പോൾ കൃതിക എന്നുള്ളത് കാർത്തിക നക്ഷത്രം എന്ന് പറയും. അപ്പോൾ ചിലർക്ക് ഈ പോഡ്കാസ്റ്റ് എങ്ങോട്ടാ പോകുന്നതെന്ന് ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടും. കൃതിക, കാർത്തികേയൻ എന്ന് പറഞ്ഞ മുരുകൻ. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ലിങ്കേജ് നമ്മളുടെ പ്ലിയേഡിയൻ സ്റ്റാർ സിസ്റ്റം അങ്ങനെയൊക്കെ പറയുന്നതിനുണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പ്ലിയേഡിയൻസ് എന്ന് പറയുന്ന വലിയൊരു തിയറിയാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഏലിയൻസ് ആണ്. അവർ പ്ലിയേഡിയൻ സ്റ്റാർ സിസ്റ്റത്തിൽ നിന്ന് വരുന്നതാണ്. അവിടെ ഒരു യുദ്ധം നടക്കുന്നുണ്ട്, ഭൂമിയെ രക്ഷിക്കാൻ അവർ വരുന്നതാണ് എന്നൊക്കെ പറയുന്നതാണ്. ഞാൻ കൂടുതൽ സ്പോയിൽ ചെയ്യുന്നില്ല, ഞാൻ എല്ലാം എവറിത്തിങ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർസിനെ നോക്കുന്ന പോലെ തന്നെ ഈ കഥയും ഈ പോഡ്കാസ്റ്റ് തുടങ്ങുന്നത് വർഷങ്ങൾക്ക്, ആയിരക്കണക്കിനോ 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ വർഷങ്ങൾക്ക് മുന്നേ ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ വളരെ പീസ്ഫുള്ളായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അന്ന് ജോലിയില്ല, ഇൻ്റർനെറ്റ് ഇല്ല, EMI ഇല്ല, റെൻ്റ് അടയ്ക്കണ്ട, ഓഫീസിൽ പോകണ്ട, പെട്രോൾ അടിക്കണ്ട, ഇതൊന്നുമില്ലാത്ത കാലത്ത് മനുഷ്യർ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നറിയാമോ? രാവിലെ എണീക്കും, ഹണ്ട് ചെയ്യാൻ പോവും, കഴിക്കും, റിക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും, കിടന്ന് ഉറങ്ങും, ചില്ലിയും ഉറങ്ങും. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഫ്രീ ടൈമും ഹാപ്പിനെസ്സുമാണ്. അപ്പോൾ ഈ ഫ്രീ ടൈം ഉള്ള സമയത്തെല്ലാം ഇവർ രാത്രിയും കാര്യങ്ങളെല്ലാം ആകാശത്തേക്ക് നോക്കിയിരിക്കും. രാത്രി ഒന്നും ഉറങ്ങണമെന്നൊന്നുമില്ലല്ലോ. ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് നമ്മളുടെ എവല്യൂഷൻ അല്ലെങ്കിൽ നമ്മളുടെ തോട്ട് പ്രോസസ്സും കാര്യങ്ങളും എല്ലാം ചേഞ്ച് ചെയ്ത് തുടങ്ങുന്നത്. ദ ഗ്രേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ഓൾ ടൈം, ഗോട്ട് എന്ന് പറയുന്ന സാധനം, ഗോട്ട് ക്വസ്റ്റ്യൻ അവരുടെ മനസ്സിൽ വന്നത് ആകാശത്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ്. ആ ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ ആർ വി അലോൺ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ കാര്യങ്ങളും കടൽ പോലെ കിടക്കുന്ന ഇതിനകത്ത് ഒരു അരിമണി മാത്രമാണ് നമ്മളെന്ന് അവർ മനസ്സിലാക്കിയിട്ട് അവർ തന്നെ ചോദിച്ചു, ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ, അഥവാ അല്ലെങ്കിൽ നമ്മളെ ആരായിരിക്കും ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ആരായിരിക്കും ഉണ്ടാക്കിയത്? ആർ വി അലോൺ ആൻഡ് ഹൂ ക്രിയേറ്റഡ് അസ്? ഈ 2 ചോദ്യങ്ങളാണ് ദ ഗ്രേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ് മനുഷ്യർ വിചാരിക്കുന്നത്. അപ്പോൾ അവിടുന്നാണ് ബാക്കി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ട്, മില്യൺസ് ഓഫ് ഡെത്തുകൾ, മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓഫ് എവല്യൂഷൻ, അഡ്വാൻസ്മെൻറ്റ്, ബർത്ത്, ഇപ്പോഴും നമ്മൾ എന്താ പറയുന്നത്, പലരും വിശ്വസിക്കുന്നത് നമ്മളുടെ ഹിന്ദു മിത്തോളജിയിലാണെങ്കിലും ഇസ്ലാം മിത്തോളജിയിലാണെങ്കിലും ക്രിസ്ത്യൻ മിത്തോളജിയിലാണെങ്കിലും ബുദ്ധിസം മിത്തോളജിയിലാണെങ്കിലും നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഗോഡ്സ് എന്ന് പറയുന്നവർ വേറെ പ്ലാനറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ വേറെ ഗ്രഹങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സ്റ്റാറുകളിൽ നിന്ന് അല്ലെങ്കിൽ ഹെവൻ എന്ന് പറയുന്നിടത്ത് നിന്നും നമ്മളുടെ അടുത്തേക്ക് വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് നമ്മളിപ്പം വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ അറിവും നിങ്ങളുടെ ചൈൽഡ്ഹുഡും നിങ്ങളുടെ മതപഠനവും ഒക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനുപരി നമ്മളുടെ ആൻസിസ്റ്റേഴ്സ്, നമ്മളുടെ പൂർവികർ, ഇവിടെ താമസിച്ചിരുന്നവർ, നമ്മുടെ മുത്തശ്ശിയോ മുത്തശ്ശിയുടെ മുത്തശ്ശിയോ അവരൊക്കെ വിശ്വസിച്ചിരുന്നത് നമുക്ക് ഒരു ഏൻഷ്യൻ്റ് ആൻസിസ്റ്റേഴ്സ് ഉണ്ടെന്നും നമ്മളുടെ ആ ഡിസെൻഡൻസ്, നമ്മൾ സ്റ്റാറിൽ നിന്ന് വന്ന ആളുകൾ അല്ലെങ്കിൽ ദൈവങ്ങളുടെ ഡിസെൻഡൻസ് ആണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അത് അവരിവിടെ വന്നിട്ട് നമ്മളെ എൻലൈറ്റൻ ചെയ്തു, അവരിവിടെ വന്നിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോയത്. അപ്പോൾ നമ്മൾ ഈ ഒരു തിയറിയെ എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ്റ് ആസ്ട്രോനോട്ട്സ് എന്ന് പറയുന്ന തിയറിയെ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ പ്ലിയേഡിയൻസ് എന്ന് പറയുന്ന സ്റ്റാർ സിസ്റ്റത്തിൽ നിന്ന് ആളുകൾ ഇവിടെ വന്നിട്ട് ഹ്യൂമാനിറ്റിക്ക് വഴി കാട്ടിയോ ഇല്ലയോ എന്ന് പല ഗ്രന്ഥങ്ങളിലും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എവിഡൻസ് വെച്ചായിരിക്കും, പുസ്തകങ്ങൾ വെച്ചായിരിക്കും, സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസുകൾ ഞങ്ങൾ തരും. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കണക്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റാർസിൻ്റെ കഥകളും ഈ
എന്താ പറയുന്നത്, സൂര്യൻ്റെ കഥകളും ആസ്ട്രോളജി എന്ന് പറയുന്ന കഥകളും ജസ്റ്റ് മിത്തോളജി മാത്രമല്ല എന്ന് 100% നിങ്ങൾക്ക് കൺവിൻസ് ആവും. അതിനകത്തൊക്കെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഉറപ്പുവരുത്തുക, ഈ പോഡ്കാസ്റ്റിൻ്റെ അവസാനം വരെ നിങ്ങൾ വാച്ച് ചെയ്യുക. കാരണം അവസാനമാണ് ഇതെല്ലാം കൂടെ വന്നിട്ട് എന്താണിത് എന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോറി സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഹ്യൂമാനിറ്റിയിൽ ഇപ്പോൾ ഉള്ളതിനകത്തെ ഓൾഡസ്റ്റ് സ്റ്റോറീസിൽ ഒന്നാണ് ദ പ്ലിയേഡിയൻസിൻ്റെ സ്റ്റോറി. പ്ലിയേഡിയൻസിൻ്റെ സ്റ്റോറിയാണ് ഹ്യൂമാനിറ്റിയിലുള്ളതിനകത്ത് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറികളിൽ ഒന്ന്. ആ പ്ലിയേഡിയൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലിയേഡീസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ക്ലസ്റ്ററാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൈയിലെ ഒരു വലിയ പാർട്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ഗ്രൂപ്പാണ് പ്ലിയേഡിയൻസ് എന്ന് പറയുന്നത്. അത് ഹ്യൂമാനിറ്റിയുടെ കാര്യത്തിൽ ഭയങ്കര വലിയൊരു റോള് എല്ലായിടത്തും കളിച്ചിട്ടുണ്ട്. കാരണം ഹ്യൂമാനിറ്റിയുടെ കൾച്ചർ, ഹ്യൂമാനിറ്റിയുടെ എവല്യൂഷൻ, നമ്മൾ എന്ത് കൾച്ചർ എടുത്താലും ആ കൾച്ചറിൽ ഈ പ്ലിയേഡിയൻസിനെ പറ്റി പറയുന്നുണ്ട്. ഇപ്പം ഗ്രീക്ക് മിത്തോളജിയിൽ പ്ലിയേഡിയൻസിനെ പറ്റി പറയുന്നുണ്ട്, നമ്മളുടെ വേദിക് മിത്തോളജിയിൽ, നമ്മളുടെ ഹിന്ദു മിത്തോളജിയിൽ പറയുന്നുണ്ട്, കാർത്തിക നക്ഷത്രക്കാരെ പറ്റി പറയുന്നുണ്ട്, കാർത്തികേയനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല പല കൾച്ചറിലും ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവരെ പറ്റി പറയുന്നത്, ഇവരെവിടെ നിന്ന് വന്നു, ഇവർ ഏലിയൻസ് ആണോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലിയേഡിയൻസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആയിരക്കണക്കിന് സ്റ്റാർ ഉള്ളൊരു കാര്യങ്ങളാണ്, ഈ സ്റ്റാർ സിസ്റ്റമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വെളിയിലിറങ്ങി പ്ലിയേഡിയൻസിനെ നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ 6 സ്റ്റാറുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. 6 കുത്തുകൾ, ആ ഒരു കോൺസ്റ്റലേഷൻ പോലെ 6 കുത്തുകൾ ഇരിക്കുന്നതാണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്ലിയേഡിയൻ സിസ്റ്റം എന്ന് പറയുന്നതോ കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നതോ എല്ലാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് വർഷം മുന്നേ തന്നെ, അല്ലെങ്കിൽ 10,000 വർഷങ്ങൾക്ക് മുന്നേ ഈ പ്ലിയേഡിയൻസിനെ നമ്മൾ മാപ്പ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ 6 പേരെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവരെല്ലാം പ്ലിയേഡിയൻ സിസ്റ്റത്തിനെ വിളിക്കുന്നത് 7 സിസ്റ്റേഴ്സ് എന്നാണ്. പ്ലിയേഡിയൻസിനെ മിത്തോളജിയിൽ, ഗ്രീക്ക് മിത്തോളജിയിൽ 7 സിസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓസ്ട്രേലിയൻ മിത്തോളജിയിൽ 7 സിസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. എല്ലാ മിത്തോളജിയിലും 7 സിസ്റ്റേഴ്സ് എന്നാണ് ഇവരെ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, അതെന്താ ഇവരെ 7 സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്? ഇവർ 6 എണ്ണം അല്ലേ കാണാൻ പറ്റൂ? പ്ലിയേഡിയസ് എന്ന് നിങ്ങൾ അടിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ കാർത്തിക നക്ഷത്രം നിങ്ങൾ അടിച്ചു കൊടുത്താൽ 6 സ്റ്റാർസിനെ കാണാൻ പറ്റൂ. അപ്പോൾ അതെന്താ അങ്ങനെ വന്നത്? അപ്പോൾ അവിടെ തെറ്റെന്തോ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ഫസ്റ്റ് പ്രോബ്ലം വരിക. എന്ന് പറഞ്ഞാൽ മോഡേൺ സയൻസ് ഈ മിത്തോളജി എല്ലാം പഠിച്ചതിന് ശേഷം അവർ പറഞ്ഞു, ഓക്കെ, ഇവർ കൺഫേം ചെയ്തു. കാരണം പ്ലിയേഡീസ് എന്ന് പറയുന്നത് ഇവർ 7 സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്ന സാധനം ഇത് തന്നെയാണ്. കാരണം മാപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റിൽ നിൽക്കുന്ന സ്റ്റാറുകൾ, റൈറ്റിൽ നിൽക്കുന്ന സ്റ്റാറുകൾ എല്ലാം വെച്ച് നോക്കുമ്പം ഇത് തന്നെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇവർ പഠിച്ച് പോയപ്പോൾ ഇത് 6 സ്റ്റാറുകളല്ലേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ 7 സ്റ്റാർസ് എന്ന്, അല്ലെങ്കിൽ 7 സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നതെന്ന് നോക്കി നമ്മുടെ നാസയും നമ്മുടെ ഇസ്രോയും കാര്യങ്ങളും ഒക്കെ പഠിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് എന്തോ എററുണ്ട്, ഒന്നെങ്കിൽ ഏൻഷ്യൻ്റ് ആളുകൾക്ക് തെറ്റിപ്പോയതാണ്, എന്തോ തെറ്റ് പറ്റിയതാന്നൊക്കെ വിചാരിച്ചു കളഞ്ഞു. അപ്പോൾ ഇവർ റീസെൻ്റ്ലി പഠിച്ച് മോർ റീസെൻ്റ്ലി എത്തിയപ്പോൾ ബെറ്റർ ടെലസ്കോപ്പുകൾ നമുക്കുണ്ടായപ്പോൾ, ജെയിംസ് വെബ് ടെലസ്കോപ്പും അതുപോലെ തന്നെ വലിയ വലിയ ടെലസ്കോപ്പുകളൊക്കെ വരുന്നപ്പോൾ നമുക്ക് സ്റ്റഡി കൂടുതലും കൂടെ ഡീപ്പായപ്പോൾ നമുക്ക് മനസ്സിലായി 10,000 വർഷങ്ങൾക്ക് മുന്നേ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഒരു സ്റ്റാറും കൂടി എർത്തിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുമായിരുന്നു 7 സിസ്റ്റേഴ്സിൽ, പ്ലിയേഡിയൻ സിസ്റ്റത്തിൽ. അപ്പോൾ ഈ സ്റ്റാർ ഞാൻ ആ ഫോട്ടോ കൊടുത്തേക്കാം. ഈ അന്നത്തെ കാലത്ത് പ്ലിയേഡിയൻസിൽ 7 സ്റ്റാറുകൾ ഉണ്ടായിരുന്നുവെന്നും നമുക്ക് ഇന്ന് നമ്മളുടെ കണ്ണുകളിൽ കൊണ്ട് 6 കാണാൻ പറ്റത്തോളെന്നും 1,00,000 വർഷങ്ങൾക്ക് മുന്നേ, അല്ലെങ്കിൽ 10,000 വർഷങ്ങൾക്ക് മുന്നേ 7 കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തിനാണ് എല്ലാ കൾച്ചേഴ്സും ഈ പ്ലിയേഡിയൻസിനെ പറ്റി ഇങ്ങനെ ഒത്തിരി കഥകൾ, എല്ലാ കൾച്ചറിലും പ്ലിയേഡിയൻസിനെ പറ്റി, എല്ലാ കൾച്ചറിലും കാർത്തിക നക്ഷത്രത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞ് വരുന്നത് നോക്കിയപ്പോഴത്തേക്കും ഈ പല പല കോണ്ടിനെൻസിൽ, ഓസ്ട്രേലിയയിൽ, ആഫ്രിക്കയിൽ, ഏഷ്യയിൽ, അമേരിക്കയിൽ ഇവരൊന്നും തമ്മിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ, അല്ലെങ്കിൽ 10,000 വർഷങ്ങൾക്ക് മുന്നേ ഇവരൊന്നും തമ്മിൽ കണ്ടിട്ടില്ല. ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ആഫ്രിക്കയിലെ ഒരു ട്രൈബിന് ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു കോണ്ടിനെൻ്റ് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. മനസ്സിലായോ? പക്ഷെ അവിടെ എല്ലാം 10,000 വർഷങ്ങൾക്ക് മുന്നേ ഒരു കഥയുണ്ട്. ഒരു ഫ്ലഡിൻ്റെ കഥ, പിന്നെ 2 പ്ലിയേഡിയൻസിൻ്റെ കഥ.
മനസ്സിലായോ? പ്ലിയേഡിയൻ സ്റ്റാർ സിസ്റ്റത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവങ്ങളുടെ കഥ. അപ്പോൾ ഈ കൾച്ചർ എല്ലാം ഈ സ്റ്റാർ ബീയിങ്സിനെ പറ്റി പറയുന്നുണ്ട്. ഈ സ്റ്റാർ ബീയിങ്സ് ഇവിടെ വന്ന് നമുക്ക് നോളജ് തന്നെന്നും വലിയൊരു യുദ്ധം ഉണ്ടായിരുന്നു എന്നും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന കൾച്ചേഴ്സിൻ്റെ ഒരു ഫ്യൂ എക്സാമ്പിൾസ് ഞാൻ ഈ പറയുന്ന മേജർ ഒന്നുമല്ല, ഇന്ത്യയും ഗ്രീക്കും ഒക്കെ ഞാൻ പറഞ്ഞു. അതല്ലാതെയും കുറച്ച് കൾച്ചേഴ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ടുവാറഗ് ബർബർ എന്ന് പറയുന്ന ആഫ്രിക്കൻ ട്രൈബുകൾ ഈ 7 സിസ്റ്റേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. അവരിവരെ വിളിച്ചത് ഡോട്ടേഴ്സ് ഓഫ് ദ നൈറ്റ് എന്നാണ് പറഞ്ഞത്. അവരും പ്ലിയേഡിയൻസ് എന്ന് പറയുന്ന ആളുകളുടെ ഒറിജിൻ സ്റ്റോറിയെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് കിയോവ ട്രൈബ് ഓഫ് ഗ്രേറ്റ് പ്ലെയിൻസ്, അമേരിക്കയിലുള്ളതാണ്. അവരും ഈ 7 സ്റ്റാർ ഗേൾസിനെ പറ്റി പറയുന്നുണ്ട്. അവരും പറയുന്നത് പ്ലിയേഡിയൻസിൻ്റെ ഒറിജിൻ സ്റ്റോറി, നമ്മളെല്ലാം ഉണ്ടായത്, നമ്മുടെ ദൈവം വന്നതും പ്ലിയേഡിയസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏൻഷ്യൻ്റ് യുക്രേനിയൻസ് എന്ന് പറഞ്ഞാൽ യുക്രേനിയൻസ് വൈറ്റ് ബ്ലോൺസ്, ഇപ്പോൾ ഉള്ളതിനകത്ത് ആര്യൻ ലുക്കിംഗ് ആളുകളാണ്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലോയിങ് ഹെയർ ഉള്ള ആളുകൾ വന്നത് പ്ലിയേഡിയൻ സിസ്റ്റത്തിലാണെന്നും അവരുമായിട്ട് നമ്മളുടെ ആൻസിസ്റ്റേഴ്സ് മേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗോൾഡൻ മുടി ആയതും എന്നും യുക്രേനിയൻസ് പറയുന്നുണ്ട്. യുക്രേനിയൻ ആണുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ നിങ്ങൾ ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇടയ്ക്ക് നമുക്ക് നല്ല ബ്ലോണ്ട് ആയിട്ടുള്ള ഗ്ലോയിങ് ഹെയർ ഉള്ള ആളുകളെ കാണാൻ പറ്റും, ഗ്രേ ഒക്കെ പോലുള്ള. അപ്പോൾ അങ്ങനെയും കഥകൾ വരുന്നുണ്ട്. പിന്നെ വിറാങ്കു പീപ്പിൾ ഓഫ് ഓസ്ട്രേലിയ, ബൻ രാജു എന്ന് പറയുന്ന നേപ്പാളിലെ ആളുകൾ, ഇവരെല്ലാം പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൽ നിന്നാണ് ഞങ്ങളുടെ ദൈവങ്ങൾ വന്ന് ഞങ്ങളുടെ പൂർവികരുമായിട്ട് നോളജും സീഡും ഇന്റർമിങ്കിൾ ചെയ്ത് ഞങ്ങളുണ്ടായതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന എല്ലാവരും വിളിച്ചത്, എല്ലാവരും ഈ പ്ലിയേഡിയസിനെ വിളിക്കുന്നത് ഒന്നെങ്കിൽ 7 സിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ 7 ഡോട്ടേഴ്സ്, അല്ലെങ്കിൽ 7 മദേഴ്സ്. എല്ലാവരും ഇങ്ങനെ ഫെമിനൈൻ കാര്യങ്ങളാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരെയും അമ്മ അല്ലെങ്കിൽ പെങ്ങൾ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഇങ്ങനെയുള്ള ഫീമെയിൽ നെയിംസിലാണ് ഇവരെല്ലാവരും പറയുന്നത്. 10,000 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കഥയാണ്. എല്ലാവരും ഒരേപോലെ ഇവരെ ഒരു ജെൻഡറിൽ കാറ്റഗറൈസ് ചെയ്യുന്നു. എല്ലാവരും ഒരേ കഥ തന്നെ പറയുന്നു. അതെങ്ങനെയാണ് പോസിബിൾ ആവുക എന്ന് നമുക്ക് ഒന്ന് നോക്കാം. എന്ന് വെച്ചാൽ സയൻസ് പറയുന്ന എന്താന്ന് വെച്ചാൽ പ്ലിയേഡിയൻസ് എന്ന് പറയുന്ന ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റാറുകളാണ്. നമ്മുടെ NCERT സയൻസ് എക്സ്പ്ലനേഷനാണിത്. പ്ലിയേഡിയൻസ് എന്ന് പറയുന്നത് ഇത് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സ്റ്റാർ സിസ്റ്റമാണ്. എങ്ങനെ നോക്കിയാലും ആര് നോക്കിയാലും ഇതിനെ കാണും. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ആഫ്രിക്കയിലുള്ളവനും നോക്കിയിരുന്ന് ഇത് എഴുതി വെച്ചു, 7 സിസ്റ്റേഴ്സാണ് നമ്മളുടെ ദൈവങ്ങൾ, അവിടെ നിന്ന് വന്നു. ഇതേ കാര്യം ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും സംഭവിച്ചു, ഏഷ്യയിൽ സംഭവിച്ചു, നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും മൊത്തം എടുത്ത് സംഭവിച്ചു എന്നാണ് നമ്മളുടെ മെയിൻ സ്ട്രീം ഹിസ്റ്റോറിയൻസിനോട് നമ്മൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവർ നമുക്ക് ഒഫീഷ്യലായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിന് ചാൻസ് ഉണ്ട്. പ്ലിയേഡിയൻസ് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സ്റ്റാറാണ്. NCERTക്ക് നല്ലൊരു പോയിൻ്റാണ് അവിടെ ഉള്ളത്. പക്ഷേ 50,000 years ago സെപ്പറേറ്റഡ് ബൈ കോണ്ടിനെൻറ്റ്സ്, ഞാൻ പറഞ്ഞ പോലെ ഓഷ്യൻസ് സെപ്പറേറ്റ് ആയ, അവർ പരസ്പരം കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല വേറെ ആളുകൾ, ഞങ്ങളല്ലാതെ വേറെ മനുഷ്യർ ഈ ലോകത്തുണ്ടെന്ന് പോലും അറിയാത്ത സമയത്ത് എല്ലാവരും എങ്ങനെ ഇവരെ 7 സിസ്റ്റേഴ്സ് എന്നോ അല്ലെങ്കിൽ ഡോട്ടേഴ്സ് എന്നോ വിളിച്ചു? എല്ലാവരും ഫീമെയിൽ നെയിംസ്. അത് മാത്രമല്ല എല്ലാ കൾച്ചറും അതുപോലെ തന്നെ കോയിൻസിഡൻസ് 2 ആണ് പറയുന്നത് നമ്മളുടെ ഗോഡ്സ് പ്ലിയേഡിയൻസിൽ നിന്ന് വന്ന സ്റ്റാർ ബീയിങ്സ് ആണെന്ന്. മനസ്സിലായോ? അങ്ങനെ വരാൻ പറ്റത്തില്ല. 1 ഈസ് എ കോയിൻസിഡൻസ്, 2 ഗെയിംസ് ആൻഡ് അത് രണ്ടും പല പല കോണ്ടിനെൻസിൽ വരുമ്പോൾ അത് വളരെ വളരെ കോയിൻസിഡൻസ് അല്ലാതാവും. എന്ന് വെച്ചാൽ ഈ ഒറിജിൻ സ്റ്റോറി NCERTക്ക് ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുമ്പോൾ NCERT അല്ലെങ്കിൽ മെയിൻ സ്ട്രീം സ്മിത്സോണിയൻ സയൻസ് പറയുന്നത് ഇത് വെറും ഹോക്സ് ആണ്, ഇത് വെറും കെട്ടുകഥകളാണ്. 10,000 വർഷങ്ങൾക്ക് മുന്നേ ആളുകൾ കഞ്ചാവ് അടിച്ചിട്ടും ബാക്കി മദ്യം കുടിച്ചിട്ടും ഇരുന്ന് എഴുതിയതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഡീകോഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ സ്റ്റോറി എന്ന് പറയുന്നത്, കാരണം ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ ഇത് നടക്കണമെങ്കിൽ 2 പോസിബിലിറ്റി ഉള്ളൂ. ഒന്ന്, ഈ സ്റ്റോറി നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിയും ഒത്തിരി ഓൾഡറാണ്, മച്ച് ഓൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ NCERTയുടെ സോഴ്സ് അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഞാനും നിങ്ങളും എല്ലാവരും സ്കൂളിൽ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് ആഫ്രിക്കയിൽ ഉണ്ടായി പൊട്ടി മുളച്ചിട്ട് ലോകത്തോട്ട് മുഴുവൻ പോയെന്നാണ് പറയുന്നത്.
അങ്ങനെയാണ് മനുഷ്യരുണ്ടായത്. അപ്പം ആഫ്രിക്കയിൽ ആ മനുഷ്യരുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ വർഷങ്ങൾക്ക് മുന്നത്തെ കാര്യമാണ്. 20,000 30,000 ഒന്നും അല്ല. അന്നേ ഈ കഥ കാണണം. കാരണം അന്നേ ഈ കഥ ഉണ്ടെങ്കിൽ ഈ പോയ മനുഷ്യർക്ക് എല്ലാവർക്കും ഒരേ കഥകൾ പല കോണ്ടിനെൻറ്റുകളിൽ എത്തിയിട്ടും അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ അന്നൊരു പ്രശ്നമുണ്ട്. NCERT നമ്മൾ ചോദിക്കും, സാറേ അപ്പോൾ അതൊക്കെ മനസ്സിലായി, അപ്പോൾ 1 കോടി വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ 50 വർഷം 5 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ഈ ആഫ്രിക്കയിലുള്ളവരെങ്ങനെ ഓസ്ട്രേലിയയിലെത്തി? അത് ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ ഒന്ന് പറയാൻ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ആഫ്രിക്കയിലുള്ള ഒരാൾ എങ്ങനെ ഓസ്ട്രേലിയയിലെത്തി? നോ ഐഡിയ. അപ്പോൾ അത് പറയുമ്പോൾ NCERT അത് നമുക്ക് അറിയത്തില്ല, അത് എങ്ങനെയൊക്കെയോ എത്തി. അവർ പറയുന്നത് എന്താണെന്നറിയാവോ? മുള കൊണ്ട് കെട്ടിവെച്ചിട്ട് അവർ വാഴയിലെ പോലുള്ള സാധനങ്ങൾ കെട്ടിവെച്ചിട്ട് ബോട്ട് ഉണ്ടാക്കി പോയെന്ന്. ഇപ്പോഴത്തെ ക്രൂസ് ഷിപ്പുകൾ അവിടെ എത്തുന്നില്ല. മനസ്സിലായോ? മാസങ്ങൾ എടുക്കും ഇവിടുന്ന് ഓയിൽ ടാങ്കറും കാര്യങ്ങളും എത്താൻ. അപ്പോഴാണ് വാഴയിലക്കകത്ത് ഇവർ തുന്നി തയ്ച്ച് പോയെന്ന്. എന്നിട്ട് ഇത് നമ്മൾ വിശ്വസിക്കണം. എന്നിട്ട് നമ്മൾ അതിനെക്കാട്ടി വലിയ കോമഡി എന്താന്ന് പറഞ്ഞാൽ നമ്മളിത് വിശ്വസിക്കുന്നു. മനസ്സിലായോ? അതാണ് പ്രശ്നം. അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് ഇത്. അപ്പോൾ അത് വളരെ ലെസ് ലൈക്ലി ആണ്. കാരണം അന്ന് ഉബറോ ഇൻഡിഗോ ഫ്ലൈറ്റ്സോ അല്ലെങ്കിൽ ഓലയോ ഒന്നുമില്ല, ഷിപ്പുകളോ ഒന്നുമില്ല. അപ്പോൾ അവരവിടെ എത്താൻ സാധ്യതയില്ല. അപ്പോൾ ഒഫീഷ്യലി ഇവർ തന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ആളുകൾ തേങ്ങയും മണ്ണും വാരി തിന്നുകൊണ്ട് കിടക്കുന്ന സമയമാണ്. വേറെ ഒന്നുമില്ല, തുണി പോലും ഇല്ല. പക്ഷെ അവർ കപ്പലുണ്ടാക്കിപ്പോയി. ഈ കഥകളാണ് ഇവർ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ കഥകളെ പറ്റി ഇതിനൊരു എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ NCERTക്കോ മെയിൻ സ്ട്രീം സയൻസിനോ ഒരു കാര്യങ്ങളും പറയാനില്ല. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പോസിബിലിറ്റിയിലോട്ട് പോവാം. ആദ്യത്തെ പോസിബിലിറ്റി അട്ടർ ഫേക്ക്. രണ്ടാമത്തെ പോസിബിലിറ്റി എന്തെന്ന് പറഞ്ഞാൽ എല്ലാ കോണ്ടിനെൻറ്റിലും നിങ്ങളിത് കേട്ട് നോക്കുക. എല്ലാ കോണ്ടിനെൻറ്റിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലൈഫ് ജനറേറ്റ് ചെയ്തതാവാം. കാട്ടിൽ മനുഷ്യരായിട്ടോ കാട്ടിൽ നിന്ന് മനുഷ്യരുണ്ടായിട്ടോ എങ്ങനെയെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാ കോണ്ടിനെൻറ്റിലും ലൈഫ് ജനറേറ്റ് ആയതാവാം. ഇവർ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല. പക്ഷേ ഒരു ഹൈലി അഡ്വാൻസ്ഡ് ഗ്രൂപ്പ് ഓഫ് സിവിലൈസേഷൻസ് എല്ലാവരെയും കോണ്ടാക്ട് ചെയ്തെന്നും ചിലപ്പോൾ 50,000 വർഷങ്ങൾക്ക് മുന്നേ ആവാം. മേക്സ് മോർ സെൻസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ട്രാവൽ ഉള്ളവരായിരിക്കാം, ഷിപ്പുകളുള്ളവരായിരിക്കാം, പ്ലെയിനുകളുള്ളവരായിരിക്കാം. എല്ലായിടത്തും പോയി എല്ലാവർക്കും അഗ്രികൾച്ചറും എൻലൈൻമെൻറ്റും സിവിലൈസേഷനും എല്ലാം കൊടുത്തിട്ട് അവരിൽ നിന്ന് കിട്ടിയ കഥകളായിരിക്കാം ഇത്. കാരണം ആ ഒരൊറ്റ വഴിയിലേ ഇത് സംഭവിക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ സ്കാറ്റേർഡായിട്ട് തേങ്ങയും മണ്ണും തിന്നുകൊണ്ട് നടക്കുന്ന സമയത്തെ ഭൂമിയിൽ ദൈവങ്ങളെ പോലെ ജീവിച്ചിരുന്ന ഒരു ഹൈലി അഡ്വാൻസ് സിവിലൈസേഷൻസ് ഉണ്ടാവാം. അവർ ബാക്കിയുള്ളവരെ സിവിലൈസ് ചെയ്യാൻ പോയപ്പോൾ നടന്ന ടെക്നോളജി അല്ലെങ്കിൽ അറിവിൻ്റെ കൈമാറ്റം വന്നപ്പോൾ കൈമാറിയ കഥയാവാം ഇത്. അതുകൊണ്ടാണ് എല്ലായിടത്തും ആകാശത്ത് നിന്ന് പറന്നു വന്ന ദൈവങ്ങളും വന്നവരെല്ലാം നമുക്ക് അഗ്രികൾച്ചറും നമുക്ക് ടെക്നോളജിയും തന്നു എന്നുള്ള കഥകളിൽ എല്ലാ കൾച്ചറിലും, നമ്മളുടെ ഹിന്ദു കൾച്ചർ ഉൾപ്പെടെ എല്ലാ കൾച്ചറിലും ഉള്ളത്. അപ്പോൾ അതും ഒരു പോസിബിലിറ്റിയാണ് അല്ലേ? NCERTയുടെ പോസിബിലിറ്റി എടുത്ത 2 ചോദ്യം ചോദിച്ച NCERT മൂഞ്ചും. ഈ പോസിബിലിറ്റി ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പല കാര്യങ്ങളും മെയിൻ സ്ട്രീം സയൻസിൽ നിന്ന് കിട്ടത്തില്ലെങ്കിലും ലോജിക്കലി സംഭവിക്കാൻ ചാൻസ് ഉള്ള കാരണം ഇത് മാത്രമാണ്. അല്ലെങ്കിൽ 100 കണക്കിന് കൾച്ചേഴ്സ് തമ്മിൽ കേട്ടിട്ടോ ഇങ്ങനെ ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നോ അറിയാതെ ഒരേ സ്റ്റോറി എങ്ങനെ റിപ്പീറ്റ് ചെയ്യും? നിങ്ങളിത് ഒരു 2 മിനിറ്റ് ഇരുന്ന് ആലോചിച്ച് നോക്കുക. ഇതെങ്ങനെ സംഭവിക്കും? നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളാണ് ആദ്യത്തെ ഹൈലി അഡ്വാൻസ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞ് വിശ്വസിക്കുവാണെങ്കിൽ ഈ പറഞ്ഞ കഥ എങ്ങനെ സംഭവിക്കും? 100 കണക്കിന് കൾച്ചേഴ്സ് ഡിഫറെൻറ്റ് കോണ്ടിനെൻസിൽ. അതാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ സയൻസ് ഒന്ന് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെ സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട്, ഇതിനകത്ത് സയൻസ് എന്താണ് പറയുന്നതെന്ന് നോക്കിയാൽ ഈ സ്റ്റോറി ഒറിജിനേറ്റ് ചെയ്യുന്നത് 1,00,000 വർഷം മുന്നെയാണ് എന്ന് സയൻസ് കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോറി 1,00,000 വർഷം മുന്നെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് സയൻസിന് കൺഫേം ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഹുക്ഡായ പോലെ തന്നെ ഇവർ ഈ പ്ലിയേഡിയൻ സ്റ്റാർ സിസ്റ്റത്തിൽ ഹുക്ഡായി. കാരണം ഇത്രയും വലിയ കഥകളല്ലേ. അങ്ങനെ ഹുക്ഡായിട്ട് ഇവർ ഈ 7 സിസ്റ്റേഴ്സിനെ പറ്റി പഠിക്കാൻ നോക്കി ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഒക്കെ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഞാൻ പടം കൊടുത്തേക്കാം.
പടം കൊടുത്തതെന്ന് പറഞ്ഞാൽ ഈ 7 സിസ്റ്റേഴ്സിൻ്റെ പടവും കൊടുത്തേക്കാം. അതിനകത്ത് ഒരു വാലിൻ്റെ അറ്റത്ത് 2 സ്റ്റാറുകളുണ്ട്. പ്ലിയോണി എന്ന് പറയുന്ന സ്റ്റാറും അറ്റ്ലസ് എന്ന് പറയുന്ന സ്റ്റാറും. അപ്പോൾ ഈ പ്ലിയോണിയും അറ്റ്ലസും ഈ ഇങ്ങനെ അടുത്തടുത്ത് വന്ന് 2 സ്റ്റാറും ഒരെണ്ണത്തിൻ്റെ പുറവിലായി. അപ്പം അവിടെ നിന്ന് നോക്കുന്ന, ക്യാമറയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് നിങ്ങൾ എർത്ത് അവിടെയാണ്, നിങ്ങളാണ് ഭൂമിയെങ്കിൽ ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പുറവിലാണ് വന്നെങ്കിൽ ഇത് ഒരു ബ്രൈറ്റർ സ്റ്റാർ ആയിട്ട് നിങ്ങൾക്ക് കണ്ണുകൊണ്ട് നോക്കുന്നവർക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ടെലസ്കോപ്പോ ജെയിംസ് വെബ് ടെലസ്കോപ്പോ ഒക്കെ വേണം. അപ്പോൾ അങ്ങനെയാണ് 7 സിസ്റ്റേഴ്സിനെ നമുക്ക് 6 ആയിട്ട് കാണാൻ പറ്റിയെന്നും 1,00,000 വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറഞ്ഞാൽ നാസയുടെ മോഡലിംഗ് എഞ്ചിൻ വെച്ച് നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തപ്പോൾ ഗ്ലോബൽ സാറ്റലൈറ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ സാറ്റലൈറ്റ് എല്ലാം വെച്ച് നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് ഇത് രണ്ടും ബാക്കിലോട്ട് അടിച്ചപ്പോൾ എത്ര നാൾ കഴിഞ്ഞിട്ടാണോ എർത്തിൽ നമുക്ക് നേക്കഡ് ആയിക്കൊണ്ട് കണ്ണുകൊണ്ട് 7 എണ്ണമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത ഡേറ്റ് 1,00,000 വർഷം മുന്നെയാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോറി നമ്മൾ കണ്ടതും കേട്ടതും എഴുതി വെച്ചതും നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഇതെല്ലാം എഴുതി വെച്ചത് മിനിമം 1,00,000 വർഷങ്ങൾക്ക് മുന്നെയാണ്. മനസ്സിലായോ? ഈ സ്റ്റോറി ഉണ്ടായിട്ട് 1,00,000 ഇയർ എങ്കിലും ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 2 എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ 2 എക്സ്പ്ലനേഷനിൽ നിന്ന് രണ്ടാമത്തെ പാർട്ട് നീ പറഞ്ഞില്ലേ മേക്സ് മോർ സെൻസ് എന്ന്, അതുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. എന്ന് പറഞ്ഞാൽ എല്ലാ മിത്തോളജിയും അതിൻ്റെ തെളിവുകളാണ് ഞാൻ പറയുന്നത്. ലോകത്തിലുള്ള എല്ലാ കൾച്ചറിനും ലോകത്തിലുള്ള എല്ലാ മിത്തോളജിയിലും ഈ കഥകളെ പറ്റി പറയുന്നുണ്ടെന്നും നമ്മളെ ദൈവങ്ങളായിട്ട് വന്ന ആളുകൾ ആകാശത്ത് നിന്ന് വന്ന സ്റ്റാർ ബീയിങ്സ് ആണെന്നും പറയുന്ന എത്ര കൾച്ചേഴ്സ് ഉണ്ടെന്നറിയാവോ? ഞാൻ നേരത്തെ കുറച്ച് ലിസ്റ്റ് തന്നിരുന്നു. അത് കൂടാതെ ഈജിപ്ഷ്യൻ മിത്തോളജി, മായൻ മിത്തോളജി, മെസപ്പൊട്ടേമിയൻ മിത്തോളജി, ഞാനിങ്ങനെ ഓരോന്നും എടുത്തെടുത്ത് പറയാത്തത് നിങ്ങൾക്ക് മനസ്സിലാവും. മെസപ്പൊട്ടേമിയൻ മിത്തോളജി എന്ന് പറഞ്ഞാൽ അനുരാക്കികളെ പറ്റിയാണ് പറയുന്നത്, സ്റ്റാറിൽ നിന്ന് വന്ന ദ സ്റ്റാർ ബീയിങ്സ്. ചൈനീസ് മിത്തോളജി, വേദാസ്, ബൈബിൾ, ഖുറാൻ, ഇതിലെല്ലാം സ്റ്റാറിൽ നിന്ന് വന്ന ആകാശത്ത് നിന്ന് വന്ന ബീയിങ്സ് നമ്മളെ യുദ്ധം ചെയ്യുന്നെന്നും ഡെവലപ്പ് ചെയ്യുന്നെന്നും ചിലവർ നല്ലവരാണെന്നും ചിലവർ പന്നവരാണെന്നും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം സ്റ്റാർ ബീയിങ്സ് വന്നു എന്നുള്ളതാണ്. എന്നിട്ട് അവരെഴുതി വെച്ചേക്കുന്നത് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ സ്റ്റാർ ബീയിങ്സ് ഭൂമിയിലേക്ക് വന്നു, ഹ്യൂമൻസിൻ്റെ അടുത്തേക്ക് താഴ്ന്നിറങ്ങി, നമുക്ക് നോളജും സീഡും തന്നിട്ട് അവർ പോയി. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഏലിയൻ കണക്ഷൻ തോന്നുന്നെങ്കിൽ നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. വേറൊരു കാര്യം ഞാൻ എടുത്തു പറയാം, ഇത് മിനിമം 50,000 to 1,00,000 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള റൈറ്റിംഗ് ആണ്. എന്നിട്ട് വരെ നമുക്ക് ഈ ഏലിയൻ കണക്ഷൻ തോന്നുന്നു. ഇന്നത്തെ സമയത്ത് അത് ഇന്റർപ്രറ്റ് ചെയ്ത് വായിക്കുകയാണെങ്കിൽ ഏലിയൻസ് അറൈവ്ഡ്, ലാൻഡഡ് ഓൺ എർത്ത്, ദേ ഗേവ് us ടെക്നോളജി, എന്നിട്ട് പോയി. ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. ദിസ് ഈസ് സിമ്പിൾ ഫാക്ട്. ഇതിന് വേറെ ഇന്റർപ്രിട്ടേഷൻസ് ഇല്ല. ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം. അത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു ഹിസ്റ്ററി ക്ലാസ്സും കൂടെ നിങ്ങൾക്ക് തരാം. പക്ഷെ പേടിക്കേണ്ട, ബോറടിക്കാത്തൊരു ഹിസ്റ്ററി ക്ലാസ് ആണ്. പക്ഷെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ഹിസ്റ്ററി ക്ലാസ് ആണ്. എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് മിത്തോളജിയിൽ 7 സിസ്റ്റേഴ്സിനെ പറ്റി പറയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് പറയുന്ന 7 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സിസ്റ്റർ മായ, എലക്ട്ര, സെലേനിയോ, സ്റ്റെറോപ്പ്, മെറോപ്പ് എന്നൊക്കെ പറഞ്ഞ് 7 പേരെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഫാദറുണ്ട്. ഇവരുടെ ഫാദറിൻ്റെ പേര് ഒരു ടൈറ്റൻ ആണ്. പുള്ളി ടൈറ്റൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഗോഡ് പോലെ അവർ പറയുന്ന പേരാണ് ടൈറ്റൻ ആണ് അറ്റ്ലസ് എന്ന് പറയുന്ന സ്റ്റാർ. അപ്പോൾ ഗ്രീക്കിൽ ഇവർക്ക് മദറിനും പേരുണ്ട്, പ്ലിയോണി എന്നാണ് അമ്മയുടെ പേര്. അപ്പോൾ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജയൻറ്റ് ഹണ്ടർ, ഒരു വലിയ ഹണ്ടർ, പ്ലിയേഡിയൻസ് ഈ 7 സിസ്റ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരു കൈയുടെ അത്രയും മാത്രമേ ഒതുങ്ങത്തുള്ളൂ. ആ ഹണ്ടർ അത്രയ്ക്ക് വലുതായിരുന്നു, ഒരു ജയൻറ്റ് ഹണ്ടർ. ആ ഹണ്ടറിൻ്റെ പേര് ഞാൻ ഇപ്പം പറയാം, ഇത് കേക്ക്. ആ ജയൻറ്റ് ഹണ്ടർ ഈ 7 സിസ്റ്റേഴ്സുമായിട്ട് ഭയങ്കര ഒബ്സസ്ഡായി. ഇയാൾക്ക് കാമവും പ്രേമവും എല്ലാം തോന്നിയിട്ട് ഈ 7 പേരെയും പിടിക്കാൻ വേണ്ടി ജയൻറ്റ് ഹണ്ടർ ഇവരെ ചേസ് ചെയ്യാൻ തുടങ്ങുക. വെരി ഗ്രീഡി ഗായ് ആണ് പുള്ളി. 1, 2 പോരെ 7 എണ്ണത്തിനെയും വേണം. അപ്പോഴത്തേക്കും ഇയാൾ ഭൂമി മൊത്തം ഇവരെ ചേസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്താ പറയുന്നത്, ഈ ചേസ് ചെയ്ത് അവസാനം ഈ 7 സിസ്റ്റേഴ്സ് സൂസ് എന്ന് പറയുന്ന ദൈവം, അവരുടെ ദൈവം സൂസ് ആണ്.
സൂസിനെ പ്രാർത്ഥിച്ച് അങ്ങനെ സൂസ് വന്നിട്ട് ഇവരെ 7 പക്ഷികളായിട്ട് മാറ്റി. എന്നിട്ട് ഈ 7 പക്ഷികളോട് പറഞ്ഞ് നിങ്ങൾ ആകാശത്തോട്ട് പറന്നു പൊക്കോളാൻ. ഇത് 10,000 വർഷങ്ങൾക്ക് മുന്നേ എഴുതി വെച്ച കഥയാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഈ 7 പക്ഷികൾ ആകാശത്തോട്ട് പറന്നു പൊക്കോളാൻ സൂസ് പറഞ്ഞപ്പോൾ ഇവർ 7 പേരും പറന്നുപോയി ആകാശത്തോട്ട് പറന്ന് ചെന്ന് നക്ഷത്രങ്ങളായിട്ട് പതിച്ചു 7 പേരും. എന്നിട്ട് ഇത് കണ്ടിട്ട് ഒറയോൺ എന്ന് പറയുന്ന ഹണ്ടർ, ഒറയോൺ എന്നാണ് ആ ഹണ്ടറിൻ്റെ പേര്, ആ ഹണ്ടറും ഈ പക്ഷികളായിട്ട് പോയവരെ പിടിക്കാൻ വേണ്ടി ഇയാളും ഒരു പക്ഷികളെ പോലെ പറക്കാൻ പറ്റി. ഇയാൾക്ക് ചിറകുണ്ടായിട്ട് പറന്നെന്നാ പറഞ്ഞത്, ഇയാൾ പക്ഷിയൊന്നും ആയിരുന്നു പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവിടെ പോയി ഇന്നും ഇയാൾ ഈ 7 സിസ്റ്റേഴ്സിനെ ചേസ് ചെയ്യുവാണെന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ഇന്നും സ്റ്റോറി പറയുന്നത് ഇന്നും ഒറയോൺ എന്ന് പറയുന്ന ഹണ്ടർ ഈ 7 സിസ്റ്റേഴ്സിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഒറയോൺ പിടിക്കാറെത്തും, അപ്പോഴത്തേക്കും സിസ്റ്റേഴ്സ് ഓടി മാറും, പിന്നെയും പിടിക്കാറെത്തും, പിന്നെയും സിസ്റ്റേഴ്സ് ഓടി മാറും എന്നാണ് പറയുന്നത്. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അഗോ ഗ്രീക്ക് മിത്തോളജി എഴുതി വെച്ചേക്കുകയാണ്. എന്ന് വെച്ചാൽ നേരത്തെ നമ്മളുടെ NCERT പറയുന്ന പോലെ നമ്മൾ തേങ്ങയും മണ്ണും വാരി തിന്നുകൊണ്ടിരുന്ന സമയത്തെ മനുഷ്യരെഴുതി വെച്ചേക്കുന്ന കഥ, മണ്ടന്മാരുടെ കഥ എന്നല്ല ഞാൻ പറഞ്ഞുതരാം. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അഗോ അവർ ആസ്ട്രോണമി ക്ലിയർ ആയിട്ട് റെക്കോർഡ് ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒറയോൺ എന്ന് പറയുന്നത് നമ്മൾ ഗ്രീക്ക് മിത്തോളജിയിൽ ഒറയോൺ എന്നൊക്കെ പറയുന്നെങ്കിലും ഒറയോൺ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ സിസ്റ്റമാണ്. മനസ്സിലായോ? നിങ്ങൾ ഒറയോൺ എന്ന് പറയുന്ന സ്റ്റാർ സിസ്റ്റം സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒറയോൺ സ്റ്റാർ സിസ്റ്റം ഈസ് എ ഹണ്ടർ സ്റ്റാർ സിസ്റ്റം. മനസ്സിലായോ? ഒരു മനുഷ്യൻ ഒരു അമ്പും വില്ലും കൊണ്ട് ഇങ്ങനെ അമ്പെയ്യാൻ നിൽക്കുന്ന കോൺസ്റ്റലേഷനാണ് ഒറയോൺ, ദ ഹണ്ടർ സ്റ്റാർ സിസ്റ്റം. നിങ്ങളത് സെർച്ച് ചെയ്ത് നോക്കുക, ഞാനൊരു ഫോട്ടോ കൊടുത്തേക്കാം. അങ്ങനെ ഈ ഹണ്ടർ ഒറയോൺ സ്റ്റാർ സിസ്റ്റത്തിൽ ഇയാൾ അമ്പും വില്ലും വെച്ചിട്ട് ഇങ്ങനൊരു കുന്തം വെച്ചിട്ട് കുത്താൻ പോവുക. ആ കുന്തം ഇങ്ങനെ നീണ്ടിരിക്കുക, ഞാൻ പടം കൊടുത്തേക്കാം. ആ കുന്തം നീണ്ടിരിക്കുന്നതിൻ്റെ കുന്തത്തിൻ്റെ അറ്റത്തിൻ്റെ അവിടെ ഒരു ചെറിയ 7 സ്റ്റാറുകളുണ്ട്. ആ സ്റ്റാറുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ആ സ്റ്റാറുകളാണ് ദ പ്ലിയേഡീസ് സ്റ്റാർ സിസ്റ്റം. മനസ്സിലായോ? ആ പ്ലിയേഡീസ് സ്റ്റാർ സിസ്റ്റത്തിൻ്റെയും ഒറയോണിൻ്റെയും പ്രത്യേകത എന്തു വെച്ചാൽ പ്ലിയേഡീസ് ഇവിടെ എത്തുമ്പോൾ ഒറയോൺ ഇവിടെ എത്തും, പിന്നെയും ഒറയോൺ ഇവിടെ എത്തുമ്പോൾ പ്ലിയേഡീസ് ഇവിടെ എത്തും. ഇതിങ്ങനെ ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുക. ഒറയോൺ പ്ലിയേഡീസിനെ പിടിക്കത്തുമില്ല, പ്ലിയേഡീസ് ഒറയോനെ തൊടാനും പറ്റത്തില്ല. മനസ്സിലായോ? ഈ കഥ 10,000 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാണ്. ഞാൻ ആ ഫോട്ടോ കണ്ടിട്ട് ഒറയോണും പ്ലിയേഡീസും ആ കുന്തത്തിൻ്റെ അറ്റത്ത് നിൽക്കുന്നതിനിടെ എൻ്റെ കിളി പോയി. കാരണം ഇതൊരു ഇപ്പോഴും ഗ്രീക്കിൽ ഇതൊരു പിള്ളേർക്ക് ഉറങ്ങാൻ നേരത്തെ ഒരു മുത്തശ്ശിക്കഥയാണ്. അവർക്ക് പോലും അറിയണമെന്നില്ല ഇവർ അസ്ട്രോണമിയാ പറയുന്നതെന്ന്. മനസ്സിലായോ? അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് 1:1 റേഷ്യോയിൽ വരുന്ന സാധനമാണ്. ഞാൻ നിങ്ങൾക്ക് ആ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവാം. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ജെയിംസ് വെബ് ടെലസ്കോപ്പ് വേണ്ടി വന്നു, നമുക്ക് വേറെ വലിയ വലിയ നാസകൾ വേണ്ടി വന്നു, ആസ്ട്രോണമിക്കൽ സെൻറ്റേഴ്സ് വേണ്ടി വന്നു. ഇതെങ്ങനെയാണ് ഇവർക്ക് പറ്റിയത്? 7 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എന്നും 1,00,000 വർഷങ്ങൾക്ക് മുന്നെയാണ് 7 എന്നാണ് അവർ വിളിച്ചത്. ഇനി 1,00,000 വർഷങ്ങൾക്ക് മുന്നേ അല്ല, ഇതൊക്കെ 5,000 വർഷം 2,000 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കഥകളാണെന്നെങ്കിൽ അവർ വിളിക്കേണ്ടത് 6 സിസ്റ്റേഴ്സ് എന്നാണ്. മനസ്സിലായോ? ഇത് എങ്ങനെ ഇവർക്ക് 1,00,000 വർഷങ്ങൾക്ക് മുന്നേ പറ്റിയെന്ന് ചോദിച്ചാൽ ഈ ടെക്നോളജി, നമ്മളുടെ കയ്യിലുള്ള ടെക്നോളജി അവർക്ക് ഏതൊക്കെയോ ആളുകൾക്ക് ഉണ്ടായിരുന്നു, അവരുടെ കഥയാണ് നമ്മൾക്ക് പാസ് ഔട്ട് ചെയ്ത് വന്നതെന്നുള്ളത് നോ ഡൗട്ട്. കാരണം അവർക്ക് അന്ന് നാസ ഇല്ല, ഇസ്രോ ഇല്ല, ടെലസ്കോപ്പ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ മിത്തോളജി അല്ലെങ്കിൽ മുത്തശ്ശിക്കഥ എന്ന് പറഞ്ഞ് ഡിസ്കാർഡ് ചെയ്യുന്ന പല കാര്യങ്ങളും, ഏൻഷ്യൻ ബെഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞ് ഡിസ്കവർ ചെയ്യുന്ന പല കഥകളും അതൊന്നും ഡിസ്കാർഡഡ് സ്റ്റോറീസ് അല്ല. അതൊക്കെ ഹിസ്റ്ററിയും സയൻസും നോളജുമാണ്. അത് നമ്മളിലോട്ട് പാസ് ഡൗൺ ചെയ്ത് തരാൻ പറ്റുന്ന രീതികളിൽ അവർ തന്നെയാണ്. നിങ്ങൾ എന്നെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ 7 സിസ്റ്റേഴ്സ് ഗ്രീക്ക് മിത്തോളജി സ്റ്റോറിയിൽ നിന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നാസ ഉണ്ടാവുന്നതിനെ കാട്ടി 10,000 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ കഥയാണ് മിനിമം. എന്നിട്ട് നിങ്ങൾ ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് പറഞ്ഞാൽ അത് പോട്ടെ. രണ്ടാമത് ഏൻഷ്യൻ ഓസ്ട്രേലിയൻ മിത്തോളജിയിൽ ഒരു കഥയുണ്ട്. എന്ന് പറഞ്ഞാൽ കോണ്ടിനെൻറ്റ്സ് എപ്പാർട്ടാണ്. ഒരെണ്ണം നടന്നത് ഇപ്പം ഈജിപ്തിൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ കഥ എവിടെയാണോ അവിടുന്ന് വേറെ കോണ്ടിനെൻ്റ് ആണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ
ഒരു കഥയുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ സ്റ്റോറി കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കും. എന്നാൽ ഞാൻ പറയാം, സ്റ്റോറി ഒരു ഡിഫറൻറ്റും അല്ല. എന്ന് പറഞ്ഞാൽ ആ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്രിമിനൽ ഉണ്ട്, ഒരു കള്ളൻ. ആ കള്ളൻ്റെ പേരാണ് നീറൂണ എന്നാണ് ആ കള്ളൻ്റെ പേര്. ആ നീരുണയ്ക്ക് ഒരു 7 സുന്ദരിമാരായ പെണ്ണുങ്ങൾ, അവർ 7 പേരും സിസ്റ്റേഴ്സാണ്. അവരോട് ഭയങ്കര പ്രേമം. അങ്ങനെ നീരുണ ചെന്ന അയാളുടെ ഇഷ്ടം പറഞ്ഞപ്പോൾ സിസ്റ്റേഴ്സ് നീരുണയെ കണ്ടിട്ട് ഓടി. കാരണം നീരുണയെ കണ്ടിട്ട് ഒരു കാട്ടാളനെ പോലുള്ള ഒരു ഹണ്ടറിനെ പോലെ ഇരിപ്പുണ്ടായിരുന്നു. ഹണ്ടർ എന്നുള്ള വാക്ക് വന്നു, കാട്ടാളനെ പോലുള്ള ഹണ്ടർ. അങ്ങനെ നീരുണ ഇവരെ കണ്ടിട്ട് ഓടി. അങ്ങനെ ഓടുന്ന കണ്ട് ദേഷ്യം വന്ന് ഈ നീരുണ ഈ പെണ്ണുങ്ങളുടെ പുറകെ ഓടി. അങ്ങനെ ഓടി ഓടി പിടിക്കാനെത്തിയപ്പോഴത്തേക്കും ഈ പെണ്ണുങ്ങൾ 7 സുന്ദരിമാരായ സിസ്റ്റേഴ്സ് അവരുടെ ഡിവൈൻ ബീയിങ്സിനോട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചപ്പോൾ 7 ദൈവങ്ങൾ വന്ന് ഈ പെണ്ണുങ്ങളെ പിടിച്ച് ആകാശത്തേക്ക് കൊണ്ടുപോയി വെക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഹണ്ടറും ഇവരുടെ പുറകിൽ പോയി. അത് കഴിഞ്ഞിട്ട് കഥ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സത്യമായ കഥയാണിത്. എല്ലാ ദിവസവും രാത്രി മക്കളെ ഇവർ വരും. എല്ലാ ദിവസവും രാത്രി മക്കളെ ഇവർ വരും. നിങ്ങൾ നോക്കിയാൽ അവർക്ക് ഇപ്പോഴും കാണാം, അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇന്നും ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ അവർ ആകാശത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. കുറച്ച് കാലം മുമ്പ് വരെ ഇത് വെറും ബെഡ് ടൈം സ്റ്റോറീസ് ആണ്. നമ്മൾ ഈ ഒറയോൻ്റെയും പ്ലിയേഡിയസിൻ്റെയും ആസ്ട്രൽ കണക്ഷൻസ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് വെറും ഒരു കഥയല്ല, ഇത് ആസ്ട്രോണമി റെക്കോർഡ് ചെയ്തതാണെന്ന്. എന്ന് പറഞ്ഞാൽ എൻകോഡഡ് ആയിട്ട് നമുക്ക് സ്റ്റോറീസ് തരികയാണ്. അതിനകത്ത് പ്രത്യേകം ഞാൻ എടുത്തു പറഞ്ഞ കാര്യം അതാണ്, എല്ലാ രാത്രിയും അവർ വരും, നമുക്കത് കാണാനും പറ്റുമെന്ന്, അവരുടെ ഓട്ടം. മനസ്സിലായോ? ഇനി ഈ പറയുന്ന കഥകൾ അല്ലെങ്കിൽ ആസ്ട്രോണമി എല്ലാം ഫേക്ക് അല്ല എന്ന് പറയാൻ വേണ്ടി ഒരു സ്റ്റോറിയും കൂടെ ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള സ്റ്റോറിയാണ്, ഇച്ചിരി കണക്ഷൻ വരുന്ന സ്റ്റോറിയാണ്. സെൻട്രൽ അമേരിക്കയിൽ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് കാനിയൻ്റെ ഒക്കെ അടുത്ത് ഒരു ഏൻഷ്യൻ സെറ്റിലേഴ്സ് ജീവിച്ചിരുന്നു. അപ്പോൾ അവരുടെ കോണ്ടിനെൻറ്റിൽ ഫുള്ള് ഭയങ്കര വലിയൊരു കാറ്റക്ലിസം എന്ന് പറഞ്ഞാൽ ഡെസേർട്ട് പോലെ കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വലിയ കാറ്റക്ലിസം വന്നു, ഫ്ലഡ് വന്നു, വോൾക്കാനോസ് വന്നു, ഫുള്ള് നശിപ്പിച്ച് നാറാണക്കല്ലാക്കി. അപ്പോഴത്തേക്കും ഈ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന നേറ്റീവായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നിയാൻഡർതോളായിരിക്കാം, അങ്ങനെയുള്ള ആളുകളാണെന്നാണ് പറയുന്നത്. നേറ്റീവായിട്ടുള്ള ആളുകൾ എക്സ്റ്റിൻഷൻ്റെ വേർജിലെത്തിയൊക്കെ നിന്നപ്പോഴാണ് അവരുടെ കഥയാണ്, ഹോപ്പി പീപ്പിൾ എന്നാണ് അവരെ തന്നെ വിളിക്കുന്നത്. അപ്പോൾ അവരുടെ കഥകളിൽ ഹോപ്പി പീപ്പിളിൻ്റെ കഥയാണ്. ഹോപ്പി പീപ്പിൾ പറയുന്നത് അവരുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ കഥയാണ്. മനസ്സിലായോ? ഹോപ്പി പീപ്പിളെ ഇപ്പൊ ആൻസിസ്റ്റേഴ്സാണ്, അവരെ ഇല്ല. അപ്പൊ ഹോപ്പി പീപ്പിളിൻ്റെ ആൻസിസ്റ്റേഴ്സിൻ്റെ കഥയാണിത്. അപ്പോൾ അവർ എക്സ്റ്റൻഷൻ വന്ന് ഫ്ലഡും ഡിസ്ട്രക്ഷനും എല്ലാം വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇവർ നോക്കിയപ്പോൾ ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഫ്ലൈയിങ് ആൻഡ് പീപ്പിൾ ആകാശത്തു നിന്നും വന്നു. ഫ്ലൈയിങ് ആൻഡ് പീപ്പിൾ അവർ വന്നത് ഫാർ ഈസ്റ്റിൽ നിന്നാണെന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? ഫാർ ഈസ്റ്റിൽ നിന്ന് ഫ്ലൈയിങ് ആൻഡ് പീപ്പിൾ വന്നെന്നും അവർ ഫ്ലൈ ചെയ്ത് വന്ന മേഘങ്ങളിലാണെന്നുമാണ് പറയുന്നത്. മേഘങ്ങളെ പോലൊരു സാധനത്തിനകത്ത് ഇവർ വരും, അത് വന്ന് ഇറങ്ങുമ്പം കാറ്റും പൊടിയും തീയും തണ്ടറും അടിക്കും. എന്നിട്ട് അവർ വന്ന് ഇറങ്ങി നമ്മളോട് സംസാരിക്കും. എന്നിട്ട് ഇവരോടെല്ലാം പറഞ്ഞിട്ട് ഇവരെ രക്ഷിക്കാൻ വേണ്ടി, ഇവരെ എക്സ്റ്റെൻഡ് ആവാതിരിക്കാൻ വേണ്ടി ഇവരെ അണ്ടർഗ്രൗണ്ട് ടണലുകൾ ഉണ്ടാക്കി അവിടോട്ട് പാർപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിസാസ്റ്റർ ഒന്നും വന്നിട്ട് അവർ ചാവാതെ പോയി എന്നൊക്കെയാണ് കഥകൾ വരുന്നത്. അപ്പോൾ ഈ ഹോപ്പി പീപ്പിൾ ഇവരെ വിളിച്ചത് ആൻറ്റ് പീപ്പിൾ എന്നാണ്. ആൻറ്റ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഇവർ ഇങ്ങനെയുള്ള ആളുകളെ ഇതുവരെ കണ്ടിട്ടില്ല. ആൻഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് ഹോപ്പി പീപ്പിളിൻ്റെ ആൻസിസ്റ്റേഴ്സ് ഇവരെ കണ്ടതായിട്ട് എഴുതി വെച്ചേക്കുന്നത് യെല്ലോ കളറാണ് തൊലിക്കെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ വെള്ള യെല്ലോ കളർ തൊലി. അത് കഴിഞ്ഞ് അവരെ കാട്ടി സ്മോളർ ആയിട്ടുള്ള ബോഡീസ്, ചെറിയ ബോഡീസ്, സ്മോളർ ഫിസിക്കാണ് വരുന്നത്. കണ്ണ് ഉറുമ്പുകളെ പോലെ അല്ലെങ്കിൽ മാൻറ്റിസിനെ പോലെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ മുഖത്തൊന്നും ഫേഷ്യൽ ഹെയർ ഇല്ല. ഇവർക്ക് അതായത് മൊത്തം ഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഹോപ്പി പീപ്പിളിൻ്റെ ആൻസിസ്റ്റേഴ്സിന്. പക്ഷെ വന്ന ആൻഡ് പീപ്പിളിന് ഇതൊന്നുമില്ല, തൊലി മാത്രമേ ഉള്ളൂ. നല്ല സ്കിൻ കെയർ റുട്ടീനൊക്കെ ഉള്ള നല്ല ചെത്ത് പയ്യന്മാരാണ് വന്നത്. അപ്പോൾ ഇവർ വെരി അഡ്വാൻസ്ഡ് ആയിരുന്നു എന്നും ഇവരെ അത് കഴിഞ്ഞിട്ട് റെഗുലറായിട്ട് വിസിറ്റ് ചെയ്തിരുന്നുവെന്നും ടെക്നോളജി തന്നിരുന്നുവെന്നും സോൾജിയേഴ്സിനെ തന്നിരുന്നുവെന്നും ഗാർഡിയൻസിനെ വെച്ചിട്ട് അവർ തിരിച്ച് ഫ്ലൈയിങ് ക്ലൗഡിൽ കയറി തിരിച്ചു പോയി എന്നുമാണ് പറയുന്നത്.
ഇവരുടെ രാജാവാണ് വന്നതെന്നൊക്കെയാണ് കഥകളിൽ പറയുന്നത്, ഈ ഫ്ലൈയിങ് ആൻഡ് പീപ്പിളിൻ്റെ രാജാവ്. അപ്പോൾ ഇത് നോർത്ത് അമേരിക്കൻ മിത്തോളജിയാണ്, നോർത്ത് അമേരിക്കൻ ഹിസ്റ്ററിയാണ്. ഹോപ്പി പീപ്പിൾ മരിച്ചു പോകുന്ന ഫ്ലഡ് വന്നിട്ട് ഇവരുടെ എല്ലാ ഡാറ്റയും മരിച്ചുപോയി. ഇവർ ഏറ്റവും കൂടുതൽ പ്രിസർവ് ചെയ്ത് നമ്മളുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മളുടെ പുതിയ തലമുറക്കാർ ഇത് അറിഞ്ഞിരിക്കണം, നിങ്ങൾ എവിടുന്ന് വന്നു എന്നുള്ളത് നിങ്ങളുടെ ഒറിജിൻ സ്റ്റോറിയാണെന്ന് പറഞ്ഞിട്ട് ഇവർ പ്രിസർവ് ചെയ്ത സ്റ്റോറിയാണിത്. അവരുടെ ജീവനെക്കാട്ടിയും വില കൽപ്പിച്ച് അവർ സേവ് ചെയ്ത സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറി പോലെ വേറൊരു സ്റ്റോറി ഉണ്ട് ജപ്പാൻ ചൈനീസ് റീജിയണിൽ, ചിൻ റീജിയണിൽ ഒരു കഥ. അവിടെ ഒരു എംപറർ ഉണ്ടായിരുന്നു. ആ എംപററിനെ വിളിക്കുന്ന പേരാണ് ഡ്രാഗൺ എംപറർ. എന്ന് വെച്ചാൽ ഡ്രാഗൺ എംപറർ എന്ന് പുള്ളിയെ വിളിക്കാൻ കാരണം പുള്ളിയുടെ കണ്ണ് മാൻറ്റിസിൻ്റെയോ അല്ലെങ്കിൽ ഉറുമ്പിൻ്റെയോ കണക്ക് ഇങ്ങനെ ഇരിക്കുന്ന കണ്ണാണ്. മനസ്സിലായോ? ചൈനീസ് അല്ലെങ്കിൽ ജാപ്പനീസ് പീപ്പിളിന് താടിയൊന്നുമില്ല, മീശയില്ല, നോ ഫേഷ്യൽ ഹെയർ ആണ് അവരുടെ രാജാവിനും. മനസ്സിലായോ? അതുപോലെ തന്നെ ആ എംപററിന് ഒരു പ്രത്യേക സാധനമുണ്ട്. പുള്ളിയെ ഡ്രാഗൺ എംപറർ എന്ന് വിളിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പറക്കുന്ന ഒരു വിമാനം പോലെ ഒരു സാധനമുണ്ട്. അവരെ ഡ്രാഗൺ എന്നാണ് അവർ വിളിക്കുന്നത്. അത് ജീവിയാണോ അതോ മെഷീനാണോ എന്നൊന്നും അറിയത്തില്ല. അതിനെപ്പറ്റി പറഞ്ഞേക്കുന്നത് ഫ്രണ്ടിലൂടെ വായുടെ ഭാഗത്ത് എനിമീസ് വന്നാൽ വായുടെ ഭാഗത്തു നിന്നും തീ വിടും, പറക്കുമ്പോൾ വാലിൻ്റെ ഭാഗത്തു നിന്നും തീ പോവും. അത് ജെറ്റും ആവാം ഡ്രാഗനും ആവാം, രണ്ടും സെയിം സാധനം പോലെയാണ്. ഫ്രണ്ടിൽ കൂടെ മിസൈലും വിടാം, പുറകിൽ കൂടെ തീ വിടുന്ന ജെറ്റ് എഞ്ചിനും വരാം. അപ്പോൾ അതുപോലെ തന്നെ ഇയാളെ വേറൊരു കാര്യം വിളിച്ചിരുന്നു, ദ യെല്ലോ ഡ്രാഗൺ എന്നാണ് വിളിച്ചത്. എന്ന് പറഞ്ഞാൽ ഇയാളുടെ തൊലി ഏറ്റവും സിൽക്ക് പോലുള്ള യെല്ലോ സിൽക്ക് പോലുള്ള തൊലിയാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഇയാളെ യെല്ലോ ഡ്രാഗൺ എന്നാണ് വിളിച്ചത്. നിങ്ങൾക്കിപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ദ യെല്ലോ ഡ്രാഗൺ എംപറർ എന്ന് ചുമ്മാ ടൈപ്പ് ചെയ്ത് നോക്കി ഒരു ചൈനീസ് മിത്തോളജി വായിക്കാം. പറന്നൊക്കെ പോകുന്ന ഒരു ഡ്രാഗന്റെ മുകളിൽ കൂടെ പറന്നു പോകുന്ന രാജാവിൻ്റെ കഥ. അപ്പോൾ ഈ രാജാവിൻ്റെ ഒരു കഥയാണ് ഒരു ദിവസം പുള്ളി പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഫാർ വെസ്റ്റേൺ സ്ഥലത്ത് ഒരു കോണ്ടിനെന്റിൽ എത്തിയപ്പോഴത്തേക്കും, ഒരു രാജ്യത്ത് എത്തിയപ്പോഴത്തേക്കും അയാൾ മനസ്സിലാക്കി അവിടെ ഫുള്ള് ഫ്ലഡും ഫാമിനും വോൾക്കാനിക് കറപ്ഷനും ഒക്കെ വന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അയാൾ ആ ഡ്രാഗനെ ആ രാജ്യത്തിൻ്റെ മുന്നിൽ കൊണ്ട് നിന്നിട്ട് താഴോട്ട് നോക്കിയപ്പോൾ അയാൾ കണ്ടു മനുഷ്യരെ പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ കുരങ്ങരെ പോലെ ഇരിക്കുന്ന മനുഷ്യർ. നമ്മൾ വാണ്ടരന്മാരെന്നൊക്കെ പറയത്തില്ലേ, ആ സാധനം. ചിലപ്പോൾ നിയാണ്ടർത്തോളായിരിക്കും അല്ലെങ്കിൽ ആഫ്രിക്കൻ ഹ്യൂമനോയിഡ്സിനെ ആയിരിക്കും പറയുന്നത്. അവര് മനുഷ്യരെ പോലെ പെരുമാറുന്നൊക്കെ ഉണ്ട്, പക്ഷെ അവരെ നോക്കുമ്പോൾ കാണുമ്പോൾ ജംഗിൾ ക്രീച്ചേഴ്സിനെ പോലാണ് ഇരിക്കുന്നത്. ഹ്യൂമൻസ് തന്നെയാണ്, പക്ഷേ വെരി പ്രിമിറ്റീവ്, വളരെ കറുത്ത തൊലിയും ദേഹം മൊത്തം ഫറും എന്തോ നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത ഭാഷയും സംസാരിക്കുന്ന ഒരിതാണ്. പക്ഷെ അവരെല്ലാവരും മരിച്ചു വീഴുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എംപറർ താഴോട്ട് ഇറങ്ങി വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച്, ഇത് ചൈനീസ് ഏൻഷ്യൻ മിത്തോളജിയാണ്, അവരുടെ കാറ്റക്ലിസത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി ഇവർക്കൊരു അണ്ടർഗ്രൗണ്ട് സിറ്റി എന്ന് പറഞ്ഞാൽ മഞ്ഞ്, മഴ, വെള്ളം, വോൾക്കാനോ ഇതൊന്നും അവരെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റി ഇവർ പണിഞ്ഞുണ്ടാക്കി കൊടുത്തുവെന്നും ഉറുമ്പുകൾ പണിയുന്ന വേഗതയിൽ കൂടി, ഉറുമ്പുകൾ മറ്റേ ടണലുകൾ ഉണ്ടാക്കി പോകത്തില്ലേ, അതുപോലെ തന്നെയാണ് ഇവർ പണിഞ്ഞതെന്നും അതൊക്കെ കൊണ്ടാണ് ഇവർ ആൻഡ് പീപ്പിൾ എന്നൊക്കെ വിളിക്കുന്നത്. ഇവർ അണ്ടർഗ്രൗണ്ട് ഒരു സിറ്റി ഉണ്ടാക്കി കൊടുത്തുവെന്നും അവർക്ക് സോൾജിയേഴ്സിനെ കൊടുത്തു, അവർക്ക് ടീച്ചേഴ്സിനെ കൊടുത്തു, അവർക്ക് വർക്കേഴ്സിനെ കൊടുത്തു. എന്നിട്ട് എംപറർ അവരുടെ ഫ്ലൈയിങ് ഡ്രാഗനിൽ കയറി തിരിച്ച് രാജ്യത്തോട്ട് വന്നു എന്നാണ് പറയുന്നത്. 1-to-1 സിമിലാരിറ്റി. ഹോപ്പി പീപ്പിളിൻ്റെ ആൻസിസ്റ്റേഴ്സിൻ്റെ കഥയും ചൈനീസ് ആൻഡ് ജാപ്പനീസ് മിത്തോളജിയും 1-to-1 സിമിലാരിറ്റിയാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ മോഡേൺ സയൻസ് പറയുന്നതെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് വന്നിരുന്നു, പക്ഷേ ഇപ്പോൾ അത് എല്ലാവരും ക്യാൻസൽ ചെയ്യുന്നൊരു സംഭവമാണ്. ഈ എന്താ പറയുന്നത്, ലേറ്റർ ഇൻ ജാപ്പനീസ് ചൈനീസ് മിത്തോളജിയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് പീപ്പിൾ, ഈ ബ്ലാക്ക് ഹ്യൂമൻ പീപ്പിൾ ഈ വന്ന ആൻഡ് പീപ്പിളായിട്ട് പറക്കാനൊക്കെ പറ്റുന്ന എംപററിൻ്റെ പീപ്പിളുമായിട്ട് മേറ്റ് ചെയ്തെന്നും ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇവർ 10,000-കണക്കിന് വർഷങ്ങൾ ഇത് മേറ്റ് ചെയ്ത് ഞങ്ങളുടെ രൂപം വരെ മാറിപ്പോയി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് മിത്തോളജിയിൽ. എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആഫ്രിക്കൻ ഹ്യൂമനോയിഡ്സും വെരി യെല്ലോയിഷ് വൈറ്റ് ചൈനീസ് ഏൻഷ്യൻസ് ആളുകളും കൂടി മേറ്റ് ചെയ്താണ് ഇപ്പോൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന നേറ്റീവ് അമേരിക്കൻസ് ഉണ്ടായത് എന്നാണ്
ഇപ്പോഴത്തെ ഏറ്റവും വലിയ ജനറ്റിക് കണ്ടുപിടുത്തം എന്ന് ഞാൻ പറയുന്നില്ല. ഇത് കണ്ടുപിടിച്ച എല്ലാവരും ഇന്റർനെറ്റിൽ നിന്ന് പോയിട്ടുണ്ട്. കാരണം ഇതിനെപ്പറ്റി നമ്മൾ ChatGPT എന്ന് ചോദിച്ചപ്പോൾ തന്നെ ChatGPT എന്താ പറഞ്ഞാൽ ഇതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സെൻസിറ്റീവ് ടോപ്പിക്കാണ്, ഇതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മിത്തോളജി കറക്റ്റ് ആയാൽ ഒന്ന് ജനറ്റിക് എവിഡൻസ്, കാരണം ഒരു ആഫ്രിക്കക്കാരനെയും ഒരു ചൈനീസുകാരനെയും എടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണോ അത് തന്നെ ആയിരിക്കും നമ്മളുടെ നേറ്റീവ് അമേരിക്കൻസ് വരുന്നത്. ഫേഷ്യൽ ഹെയർ ഇല്ല, മഞ്ഞയും അല്ല, കറുപ്പും അല്ല, ആഫ്രിക്കനും അല്ല, ചൈനീസും അല്ല, ഇതിന്റെ നടുക്ക് നിൽക്കുന്ന ഒരു സാധനം, കറക്റ്റ് നടുക്ക് നിൽക്കുന്ന ഒരു സാധനം. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇത് വരുന്നത്. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മളിത് എന്താ പറയുന്നത്, യെല്ലോ എംപറർ ഡിസെൻഡഡ് ഫ്രം സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ഈ യെല്ലോ എംപററും പ്ലിയേഡിസിൽ നിന്ന് വന്നെന്നാണ് പറയുന്നത്. മനസ്സിലായോ? കൃതിക നക്ഷത്ര അല്ലെങ്കിൽ കാർത്തിക നക്ഷത്ര എന്ന് പറയുന്ന നക്ഷത്രത്തിൽ നിന്ന് വന്ന ആളാണ് ഈ യെല്ലോ എംപറർ. പുള്ളിക്ക് മാത്രമേ പറക്കുന്ന പ്ലെയിനൊക്കെ ഉള്ളൂ. മനസ്സിലായോ? അങ്ങനെയാണ് ഇവർ പറയുന്നത്. അപ്പം നമ്മൾ ഈ ജപ്പാനിലും ചൈനീസിലും ഒക്കെ ഈ പ്ലിയേഡിസിന്, നമ്മൾ പ്ലിയേഡിസിന് കൃതിക എന്ന് പറയും, മലയാളികൾ കാർത്തിക എന്ന് പറയും. അതുപോലെ ജപ്പാൻ സൈഡിലും ചൈനീസ് സൈഡിലും ഈ പ്ലിയേഡിസിന് എന്താ പറയുന്നത് അറിയാമോ? സുബാറു എന്നാ പറയുന്നത്. സുബാറു. അപ്പോ നമ്മളിത് വണ്ടിയുടെ ലോഗോ, നമ്മൾ ഇതിനെ കോൺസ്പിറസി തിയറി കാര്യങ്ങളൊക്കെ ആയിട്ട് പറയും. പക്ഷെ ജപ്പാനിലും ചൈനീസിലും ഒക്കെ ഇത് വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കൾച്ചറലി ഇത് അക്സെപ്റ്റഡ് ആണ്. കാരണം ഇന്നും അവരുടെ കൾച്ചറൽ സിമ്പൽ എന്ന് പറയുന്നത് ഡ്രാഗൺ ആണ്. എന്തുകൊണ്ടാണെന്നറിയാവോ? അവരുടെ ഫസ്റ്റ് എംപറർ സ്റ്റാറിൽ നിന്ന് വന്ന, സുബറു സ്റ്റാറിൽ നിന്ന് വന്ന യെല്ലോ ഡ്രാഗൺ എംപറർ ആണ്. അതുകൊണ്ടാണ് ഓരോ പരിപാടി നടക്കുമ്പോഴും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് വരുന്ന കാറിൽ പോലും ഡ്രാഗന്റെ ഫ്ലാഗ് ആണ്. മനസ്സിലായോ? അതാണ് അവരുടെ കൾച്ചറലി ഇത്. അത് ഗവൺമെന്റ് ട്രൂത്ത് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, ഈ സുബറു എന്ന് പറയുന്നതാണ് കാർത്തിക എന്ന് ഞാൻ പറഞ്ഞു. കാർത്തിക എന്ന് പറയുന്നതാണ് പ്ലിയേഡീസ്. അപ്പോൾ ജപ്പാനിൽ ഒരു ഫേമസ് കാർ കമ്പനി ഉണ്ട്, ഇവൻ പറഞ്ഞ പോലെ സുബാറു എന്നാണ് കാർ കമ്പനിയുടെ പേര്. അവർ പറയുന്നത് തന്നെ, അതിൽ ഹിന്റ് ചെയ്യുന്നത് തന്നെ, ഞങ്ങളുടെ ജാപ്പനീസ് മോസ്റ്റ് ഫേമസ് കാർ കമ്പനിയുടെ ടെക്നോളജിയും കാര്യങ്ങളും എല്ലാം വന്നത് വി താങ്ക് സുബാറു. മനസ്സിലായോ? നമ്മളിപ്പോൾ ഒരു റോക്കറ്റ് കമ്പനി അല്ലെങ്കിൽ ഒരു കാർ കമ്പനി ഉണ്ടാക്കിയിട്ട്, ലോകം ഫേമസ് ആയ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേര് കാർത്തിക നക്ഷത്ര എന്നിട്ട് കഴിഞ്ഞാൽ അത് എന്ത് മീൻ ചെയ്യുമോ അത് തന്നെയാണ് അവരെ അത് ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം സുബാറുവിൽ നിന്ന് വന്നതാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വെറും കോയിൻസിഡൻസ് ആണ്, സുബറു എന്നുള്ള കാറിന്റെ പേര് അവർ വേറെ എന്തെങ്കിലും രീതിയിൽ ഇട്ടയാണെന്ന്. നോ. കാരണം സുബാറു എന്ന് പറയുന്ന കമ്പനിയുടെ കാറിന്റെ സിമ്പൽ, നമ്മളിപ്പം എന്താ പറയുന്നത്, ഷെവർലയുടെ സിമ്പൽ ഒരു കുരിശാണ്, അല്ലെങ്കിൽ ബെൻസിന്റെ സിമ്പൽ ഒരു 3 പെൻഡന്റ് ആണ് എന്നൊക്കെ പറയുന്ന പോലെ സുബറുവിന്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ ഒരു നീല ആകാശത്തിൽ 6 സ്റ്റാർ ആണ്. മനസ്സിലായോ? പ്ലിയേഡിയസ് സ്റ്റാർ സിസ്റ്റം, കൃതിക നക്ഷത്ര, കാർത്തിക നക്ഷത്ര അല്ലെങ്കിൽ സുബാറു നക്ഷത്രയാണ് അവർ പറയുന്നത്. മനസ്സിലായോ? നമുക്ക് ഇതൊക്കെ തള്ളു സ്റ്റോറീസും നമുക്ക് ഇതൊക്കെ കളിപ്പീരും ഒക്കെയാണ്. പക്ഷെ MNCsന്, ചൈനീസ് MNCs, ചൈനീസ് ഗവൺമെന്റിന് ഇതൊക്കെ ഫാക്ട്സ് ആണ്. അത് മാത്രമല്ല, നമ്മൾ ചൈനയിലോ ജപ്പാനിലോ പോയിട്ട് ഇവരുടെ ഈ യെല്ലോ എംപറർ ഫേക്ക് ആണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പണിഷബിൾ ബൈ ലോ. മനസ്സിലായോ? നമ്മളുടെ രാജ്യത്തെ പോലെയല്ല, അവർക്ക് അവിടെ ക്രിട്ടിസൈസ് ചെയ്യാം, പക്ഷേ അവരുടെ ലീനിയേജിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പോലും അവകാശമില്ല. അപ്പോൾ അത്ര വലിയ കാറ്റിയാണ് ഈ അവിടെ നടക്കുന്നത്. നമുക്കിതൊക്കെ ചെറിയ ഇൻട്രസ്റ്റിംഗ് കഥകൾ മാത്രമാണ്. അതുപോലെ തന്നെ ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെസ്റ്റ് പാർട്ട് ഞാൻ ലാസ്റ്റിലായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അത് ഹിന്ദു പുരാണയിലാണ് വന്നേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കഥ കണക്ട് ചെയ്ത് വന്നപ്പോൾ ഞാൻ തന്നെ പേടിച്ച് ഞെട്ടിപ്പോയി. ദൈവമേ, ഇതൊക്കെ ശരിയാണല്ലോ എന്നായിപ്പോയി. എന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാ വീട്ടിലും, നമ്മൾ ഏത് മതമായാലും ഏത് കൾച്ചറായാലും ഇന്ത്യയിൽ എല്ലാവരും കേട്ടിട്ടുള്ള പേരാണ് ശിവൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പേര്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പുള്ളിക്ക് ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയെ പറ്റി ഒരു സ്റ്റോറി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിക്കഥയാണ്. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെയും ഇത് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. എന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേട്ടോ. പണ്ട് ഒരു പവർഫുൾ ഡീമൺ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ നെയിം ആയിരുന്നു താരകാസുരൻ എന്ന് പറഞ്ഞൊരു പവർഫുൾ ഡീമൺ ഉണ്ടായിരുന്നു. അങ്ങനെ താരകാസുരന് ബ്രഹ്മാവിൽ നിന്നൊരു വരം കിട്ടി. വരം എന്ന് പറഞ്ഞാൽ നിന്നെ ആർക്കും കൊല്ലാൻ പറ്റത്തില്ല.
നിന്നെ എന്തൊക്കെ ചെയ്താലും നിന്നെ ആർക്കും കൊല്ലാൻ പറ്റത്തില്ല. നിന്നെ കൊല്ലണമെങ്കിൽ ശിവന്റെ മോൻ വരണം. ശിവന്റെ മോൻ വന്നാലേ നിന്നെ കൊല്ലാൻ പറ്റൂ. ശിവന് പോലും നിന്നെ കൊല്ലാൻ പറ്റത്തില്ല. അങ്ങനെ താരകാസുരൻ ഇത് അറിഞ്ഞതോടെ ഹെവനും എർത്തും ഗോഡും എല്ലാത്തിനെയും കൊന്ന് പിടിച്ചെടുത്ത് പുള്ളി ഫുള്ള് അടക്കി ഭരിച്ച് പൊക്കോണ്ടിരിക്കുന്ന ഒരു കാലം. അപ്പോൾ ഒരു ഗോഡിനോ ഒരു വെപ്പണിനോ ആർക്കും ഇവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്നാണെങ്കിൽ ശിവന് പിള്ളേർ പോലും ഇല്ല. ശിവന് ഇതിനകത്തൊന്നും ഇടപെടത്തില്ല. കാരണം ശിവൻ സതി മരിച്ച വിഷമത്തിൽ പുള്ളി മറ്റേ സന്യാസത്തിൽ ഇരിക്കുന്ന സിഗ്മയാണ്. അങ്ങനെ താരകാസുരൻ ഇതെല്ലാം പിടിച്ചെടുത്ത് പിന്നെ പയ്യെ പാർവതി വന്നപ്പോഴത്തേക്ക് ശിവൻ പിന്നെ വീഴും. അപ്പൊ അങ്ങനെ പാർവതിയുടെ അടുത്ത് പോയി ശിവൻ എന്താ പറയുന്നത് സ്നേഹം കല്യാണം കഴിച്ച് സതി മരിച്ചതിന് ശേഷമാണ് പാർവതി വരുന്നത്. അങ്ങനെ പാർവതി വന്നിട്ട് പാർവതിയായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവർ യുണൈറ്റ് ചെയ്ത് കഴിയും. അങ്ങനെ കഥയിൽ ശിവൻ പാർവതിക്ക് കുഞ്ഞിനെ കൊടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ഈ കുഞ്ഞിനെ കൊടുക്കുന്നത് ഭയങ്കര എന്താ പറയുന്നത് വ്യത്യാസമുള്ളൊരു കഥയാണ്. എന്ന് വെച്ചാൽ ശിവൻ കൊടുക്കുന്നത് ഒരു സ്പാർക്കാണ് പാർവതിക്ക് കൊടുക്കുന്നത്. സ്പാർക്ക് എന്ന് പറഞ്ഞാൽ ദ ഡിവൈൻ എന്താ പറയുക സീഡ് എന്ന് നമുക്ക് പറയാം. എന്താണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് പാർവതിക്ക് കൊടുത്തു. അപ്പോൾ പാർവതിക്ക് അത് സ്വന്തം വൂമ്പിൽ വെക്കാൻ പറ്റത്തില്ല. കാരണം അത്ര വലിയ ഹൈ എനർജി ഉള്ളൊരു സ്പാർക്കാണ് ശിവൻ കൊടുത്തത്. അങ്ങനെ ഈ സീഡ് ആർക്കും വെക്കാൻ പറ്റാതെ ഈ സീഡിനെ 6 ഡിവൈഡ് ചെയ്തിട്ട് ഇത് 6 സീഡിൻ്റെയും ഓരോ പാർട്ടും 6 ഹെവൻലി മദേഴ്സിന് കൊടുത്തു എന്നാണ് കഥ പറയുന്നത്. അപ്പോൾ ഈ ഹെവൻലി ഓരോ മദേഴ്സും ഓരോ പാർട്ട് എടുത്തിട്ട് ശിവന്റെ മോൻ്റെ പാർട്ടാണ് ഡിവൈൻ സ്പാർക്ക് പാർട്ട്. ഓരോ ഇതെടുത്തിട്ട് ദ ഹെവൻലി റിവറിൽ പോയി ദ ഹെവൻലി സമുദ്രത്തിൽ പോയിട്ട് 6 സ്പാർക്കും അവരുള്ളിൽ വെച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ 6 സ്പാർക്കും ഉള്ളിൽ വെച്ച് ഉണ്ടാവുന്ന പുത്രനാണ് മുരുകൻ എന്നാണ് കഥയിൽ പറയുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞാണ് നമ്മളുടെ എല്ലാ മുത്തശ്ശി കഥ തീരും. പക്ഷെ മുത്തശ്ശിമാർ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഈ 6 അമ്മമാരുടെ പേര് 6 ഹെവൻലി മദേഴ്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് നമ്മളുടെ പുരാണത്തിൽ ഈ അമ്മമാരുടെ പേരാണ് 6 കൃതികകൾ. മനസ്സിലായോ? 6 കൃതികകളാണ് ഈ 6 അമ്മമാർ. കൃതിക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. മനസ്സിലായോ? പ്ലിയേഡീസ് ആണ് കൃതിക. പ്ലിയേഡീസ് എത്ര സ്റ്റാർ ഉണ്ട്? 6 സ്റ്റാർ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മുരുകന്റെ ഒറിജിൻ സ്റ്റോറിയിൽ 6 കൃതികകളാണ് മുരുകനെ എടുത്തു വെക്കുന്നത്. അത് മാത്രമല്ല ഈ കൃതികളെ എടുത്തു വെച്ചിട്ട് ഇവര് ആ ഡിവൈൻ ഓഷനിൽ അല്ലെങ്കിൽ ഡിവൈൻ റിവറിൽ പോയിട്ട് ഇത് എടുത്തു വെച്ചപ്പോൾ ഇത് അഗ്നിയെ പോലെ തിളങ്ങിയെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സൂര്യനെ പോലെ അത് ആകാശത്ത് തിളങ്ങിയെന്നാണ് പറയുന്നത്. അങ്ങനെ കൃതിക എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റിലെ ഒരു കോൺസ്റ്റലേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കോൺസ്റ്റലേഷന് 7 സ്റ്റാറുകളുണ്ട്. 6 നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഇംഗ്ലീഷിൽ അതിന് പ്ലിയേഡിയൻ സ്റ്റാർ സിസ്റ്റം എന്ന് പറയും. മലയാളത്തിൽ കാർത്തിക നക്ഷത്രം എന്ന് പറയും. ചൈനീസിലോ ജാപ്പനീസിലോ സുബാറു സ്റ്റാർ സിസ്റ്റം എന്ന് പറയും. മനസ്സിലായോ? നിങ്ങൾ ഇത് വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. കാർത്തിക നക്ഷത്ര ഇൻ ഇംഗ്ലീഷ് എന്ന് അടിച്ചു നോക്കുക. അപ്പം പ്ലിയേഡി സ്റ്റാർ സിസ്റ്റം എന്ന് വരും. കോയിൻസിഡൻസ് നമ്പർ 1 ആണ് കാർത്തിക നക്ഷത്ര പ്ലിയേഡിയൻ സ്റ്റാർ സിസ്റ്റം. അടുത്ത കോയിൻസിഡൻസ് നമ്പർ 2, പ്ലിയേഡിയൻ സ്റ്റാർ സിസ്റ്റത്തിൽ 6 വിസിബിൾ സ്റ്റാർ ആണുള്ളത്. കൃതിക നക്ഷത്രത്തില് 6 വിസിബിൾ സ്പാർക്ക് ആണുള്ളത്. കൃതിക അമ്മമാർ എത്ര പേരുണ്ട്? ദ ഡിവൈൻ മദേഴ്സ് എന്നാണ് കൃതിക അമ്മമാരെ വിളിക്കുന്നത്. 6 ഡിവൈൻ മദേഴ്സ് ആണ് വന്നേക്കുന്നത്. അതാണ് കോയിൻസിഡൻസ് നമ്പർ 2. കോയിൻസിഡൻസ് നമ്പർ 3, പ്ലിയേഡിയൻസ് എന്ന് പറയുന്നത് 7 ഓർ സിസ്റ്റേഴ്സ് ആണ്. അത് വുമൺ ആണ്. കൃതിക എന്ന് പറയുന്നതും ഡിവൈൻ മദേഴ്സ് ആണ്. അതും വുമൺ ആണ്. അത് കോയിൻസിഡൻസ് നമ്പർ 3. ഇനി കോയിൻസിഡൻസ് നമ്പർ 4, കൃതിക എന്ന് പറയുന്നത് എന്താ പറയുന്നത്? കൃതികകളുടെ മകനായിട്ട് വന്ന മുരുകന് വേറൊരു പേരും കൂടിയുണ്ട്, കാർത്തികേയൻ. കാർത്തികേയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃതികകളുടെ മകൻ എന്നാണ് കാർത്തികേയൻ എന്ന് പറയുന്ന പേര് വരെ മുരുകന് വന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാത്ത വേറൊരു കാര്യമുണ്ട്. മുരുകന് വേറൊരു പേരുണ്ട്, അറുമുഖൻ എന്ന് പറയും. അറുമുഖൻ എന്ന പേര് വന്നതെന്താ അറിയാമോ? 6 മുഖമുള്ളവനാണ് അറുമുഖൻ.
കാരണം കഥ എന്താണ് ഇവനെ അറുമുഖൻ എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ 6 അമ്മമാരുടെ അടുത്ത് വളർന്നത് കൊണ്ട് 6 അമ്മമാർക്കും ഇവനെ ഒരുപോലെ ഫീഡ് ചെയ്യാൻ വേണ്ടി 6 മുഖങ്ങൾ ഇവനുണ്ടായി. ബിക്കോസ് ഓഫ് 6 കൃതിക നക്ഷത്രാസ്. അങ്ങനെ 6 മുഖങ്ങൾ ഉണ്ടായവനാണ് 6 മുഖമുള്ളവൻ അറുമുഖനായത്. അതുകൊണ്ടാണ് 6 പ്ലിയേഡിയൻ സ്റ്റാർ സിസ്റ്റം, 6 കൃതികാസ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ 6 കൃതിക മദേഴ്സ്, 6 വിസിബിൾ സ്റ്റാർസ്, 6 ഫേസസ്, എല്ലാം 6 എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാം പറയുന്നതും പ്ലിയേഡിയൻസും കൃതികയും സുബാറുവും കാർത്തികയും പറ്റി മാത്രമാണ്. എല്ലാ എന്താ പറയുന്നത് മിത്തോളജിയിലും ഇവരെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി നോക്കിയാൽ ഇതൊന്നും ബെഡ് ടൈം സ്റ്റോറീസ് അല്ല, ഇതൊരു കോസ്മിക് ഹിസ്റ്ററി നമ്മൾ എഴുതി വെച്ചേക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം അവർ പണ്ടേ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഹ്യൂജ് കോസ്മിക് വാറിൻ്റെ തുടക്കമാണ്. കാരണം കാർത്തികേയൻ അല്ലെങ്കിൽ മുരുകൻ ഉണ്ടാവുന്നത് തന്നെ ഒരു യുദ്ധത്തിന് വേണ്ടിയാണ് പുള്ളി ജനനം എടുക്കുന്നത്. മനസ്സിലായോ? അത് നമ്മളുടെ ഗാലക്സിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഭൂമിയിൽ എവിടെയോ നടന്ന ഒരു വലിയ വാറിനെ പറ്റിയാണ്, ദ പ്ലിയേഡീസ് വാറിനെ പറ്റിയാണ് അവർ പറയുന്നത്. അതാണ് പ്ലിയേഡീസ് വാർ ഹീറോ എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച കാർത്തികേയൻ്റെ യുദ്ധങ്ങളും വരുന്നത്. അപ്പോൾ ഇനി വേറൊരു കാര്യമുണ്ട്. ഈ പ്ലിയേഡീസ് സ്റ്റാർ സിസ്റ്റം അല്ലെങ്കിൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ ഹോം സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണെന്നറിയാമോ? ടോറസ് ആണ് ഹോം സിസ്റ്റം. ആ ടോറസിലാണ് ഇൻസ്റ്റെബിലിറ്റി വന്നത്. ഇനിയും മിത്തോളജിയിൽ ഒരു അസുരനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു, താരാസുരൻ, ടോറസ് അസുരൻ. മനസ്സിലായോ? ഇതെല്ലാം പറഞ്ഞു വരുന്നത് സെയിം സാധനങ്ങളെ പറ്റിയാണ്. ടോറസ് എന്ന് പറയുന്നത് ഇന്ത്യൻ മിത്തോളജിയിൽ വന്നപ്പോൾ അസുരനായി. മനസ്സിലായോ? സെയിം സാധനങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പറയുന്നത് ഒരു കോസ്മിക് ഇവൻറ്റിനെയാണ്. അല്ലാതെ ശിവന്റെ സ്പാർക്ക് എടുത്ത് റിവറിലിട്ടു, അത് 6ആയിട്ട് മുറിച്ചൊരു അടയ്ക്കകത്ത് വെച്ചു, ഇതിൻ്റെ 6 അമ്മമാർ വന്ന് വണ്ടാക്കി വലുതാക്കി എന്നൊന്നും അല്ല. ഇതൊന്നും അല്ല പറയുന്നത്. അപ്പോൾ ഇതൊരു കോസ്മിക് ഇവൻറ്റ്, ഒരു വലിയ കോസ്മിക് വാറിനെ പറ്റിയാണ് തുടങ്ങുന്നത്. ആ വാറിൻ്റെ തുടക്ക കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അത് മാത്രമല്ല, ഈ കഥകൾ നമ്മളുമായിട്ട് ജനറേഷൻസ് എടുത്ത് എൻകോഡ് ചെയ്ത് വെച്ച സയൻറ്റിഫിക് സ്റ്റോറീസ് ആണ്. 10,000 വർഷങ്ങൾക്ക് മുന്നേ നമ്മളുടെ മുത്തശ്ശിമാർ വഴി നമുക്ക് കിട്ടി, അവരുടെ മുത്തശ്ശിമാർ വഴി അവർക്ക് കിട്ടി. അങ്ങനെ ഹൺഡ്രഡ്സ് ഓഫ് ജനറേഷൻസ് ആയിട്ട് ഈ സ്റ്റോറീസ് അവർ മരിക്കുന്നതിന് മുന്നേ പാസ് ഡൗൺ ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഞാനും നീയും നിങ്ങളും ഇതിനെപ്പറ്റി അറിയുന്നത്. ഈ കഥകളെ പറ്റിയെങ്കിലും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കഥകളുടെ ഉള്ളിലെ കാര്യങ്ങളെ അറിയാൻ പറ്റൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതറിഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങളും അറിഞ്ഞത്. ഈ ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ടൈമാണ് നമ്മളുടെ പൂർവികർ വിട്ട മെസ്സേജ് ഡീകോഡ് ചെയ്ത് വായിക്കുന്ന ആദ്യത്തെ ജനറേഷൻ നമ്മളാണ്. മനസ്സിലായോ? നമ്മളുടെ മുത്തശ്ശിമാര് കാരണമാണ് അതിവിടെ എത്തിയെങ്കിലും അവർക്കൊന്നും ഒരു ക്ലൂ പോലും ഇല്ലായിരുന്നു. ദേ വർ ടോക്കിംഗ് അബൌട്ട് ദ പ്ലിയേഡീസ് സ്റ്റാർ സിസ്റ്റം, ദേ വർ ടോക്കിംഗ് അബൌട്ട് എ കോസ്മിക് വാർ എന്ന് പറയുന്നതിനെ പറ്റി ഒരു ഐഡിയ പോലും അവർക്കില്ലായിരുന്നു. നമ്മളുടെ ജനറേഷൻ, എൻ്റെയും ഇവൻ്റെയും നിങ്ങളുടെയും ഇപ്പോൾ കാണുന്നവരാണ് ഫസ്റ്റ് ടൈം ഇൻ ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഈ കാര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതും ഈ നോളജ് ഡീകോഡ് ചെയ്ത് എടുക്കുന്നതെന്നും. മനസ്സിലായോ? 10,000 വർഷങ്ങൾക്ക് മുന്നേ വിട്ട മെസ്സേജ് നമ്മളുടെ കയ്യിലാണ് എത്തുന്നത്. നമ്മളുടെ ജനറേഷന് അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ മുത്തശ്ശിമാരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ ചെയ്തു, അവർ പോയി. ഇനി നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ട് ഇത് നമ്മൾ ഡിസൈഫറും ചെയ്തു. ഇനി ഇതിനെപ്പറ്റി എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കണം. കാരണം ഇത് വന്നിരുന്നത് കൂടെ നമുക്ക് ഏൻഷ്യൻ വിസ്ഡം റിവൈവ് ചെയ്യണം, നമ്മളുടെ സനാതന ധർമ്മം തിരിച്ചു കൊണ്ടുവരണം, ധർമ്മ അല്ലെങ്കിൽ ഭാരതീയ കൾച്ചർ ഇതെല്ലാം തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഈ പോഡ്കാസ്റ്റിൽ ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ വന്നിരുന്ന് പറയുന്നതിന് 1000 റിപ്പോർട്ടാണ് എൻ്റെ വീഡിയോസിന് കിട്ടുന്നത്. മനസ്സിലായോ? നിങ്ങൾ അതും കൂടെ മനസ്സിലാക്കണം. ഞാൻ അത് പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചെന്ന സ്ക്രീൻഷോട്ടാണ്. വേറെ കുറേ ഗ്രൂപ്പുകളിൽ ഞങ്ങളുടെ യൂട്യൂബിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട്, പറയാൻ പാടില്ല എങ്കിലും ഞാൻ പറയാണ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് നമ്മളുടെ ഡാഷ് ഗ്രൂപ്പിലേക്ക് ഇത് അയച്ചു കൊടുക്കുക. അത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഞാനത് പറയുന്നില്ല ഏതാണെന്ന്. അയച്ചു കൊടുത്തിട്ട് പിള്ളേരോടെല്ലാം കയറി റിപ്പോർട്ട് ചെയ്യാൻ പറ.
കാരണം പറയണ്ട, കയറി റിപ്പോർട്ട് അടിച്ചാൽ മാത്രം മതി എന്ന് പറ. കാരണം ഇവനെ പോലുള്ളവർ നമ്മളുടെ മതത്തിന് പ്രശ്നമാണ്. അത് മാത്രമല്ല, ഇവനെയൊക്കെ ഇപ്പൊ വളർത്താൻ വിട്ട ഇതുപോലെ കൂടുതലുള്ളവന്മാർ പൊക്കിയെടുത്തോണ്ട് വരും. അതുകൊണ്ട് ഇവന്മാരെ വളരാൻ സമ്മതിച്ചുകൂടാ എന്നാണ് ഞാൻ കണ്ട സ്ക്രീൻഷോട്ട്. അത് ഞാനൊരു അംഗീകാരമായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, അടുത്ത എപ്പിസോഡ് ദ മുരുകൻ വാറും പ്ലിയേഡീസ് വാറും ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഈ ഹേറ്റേഴ്സെങ്കിലും ഉണ്ടല്ലോ കാണാൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ ദ ഗ്രേറ്റ് പ്ലിയേഡിയൻ വാർ നമ്മൾ പ്ലിയേഡീസിനെ കൊണ്ട് വെച്ചിട്ടുണ്ട്, കൃതിക നക്ഷത്രക്കാരെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഈ വാർ എന്തായിരുന്നു, എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രക്കാരൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾ പ്ലിയേഡിയൻ സ്റ്റാർ സിസ്റ്റത്തിൽ നിന്ന് വന്നവരാണ്. നിങ്ങൾക്ക് ലിറ്ററലി ഏലിയൻ DNA നിങ്ങളുടെ ബ്ലഡിൽ കൂടെ ഓടുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. നിന്റെ നക്ഷത്രം കാർത്തികയാ? ഓക്കെ, ഞാനും കാർത്തികയല്ല കേട്ടോ. അപ്പോൾ ഇത് പ്ലിയേഡിയൻ സ്റ്റാർ സീഡ് എന്നൊക്കെ പറയുന്നവരെ നമ്മളുടെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ എന്ന് പറയുന്നത് നമ്മളുടെ കാർത്തിക നക്ഷത്രക്കാരാണ്. അതുപോലെ തന്നെ പല നക്ഷത്രക്കാരും പല സ്ഥലത്തു നിന്ന് വന്നതാണ്. കാർത്തിക നക്ഷത്രത്തിന് പ്രത്യേകതയുണ്ട്. നമ്മൾ ആ ഒരു കോസ്മിക് വാറിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമ്മൾ ആ കോസ്മിക് വാറിനെ പറ്റിയും ബാക്കി കാര്യങ്ങളെ പറ്റി പറയും. നിങ്ങളെ നെക്സ്റ്റ് വീക്കിൽ കാണാം. സോ ഗൈസ് പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് അല്ലേ, പ്ലീസ് ലൈക്ക്. കാരണം ഇതുപോലത്തെ ഈ വീഡിയോസിനൊക്കെ ഭയങ്കര എഫേർട്ട് ഇടുന്നുണ്ട്. ഡിസ്പൈറ്റ് ഗെറ്റിംഗ് ഓൾ ദിസ് ഹേറ്റ് ഞങ്ങൾ പുഷ് ത്രൂ ചെയ്യുന്നുണ്ട്. സോ ഗൈസ് പ്ലീസ് ഷോ സം ലവ്. അപ്പോൾ ജയ് ഹിന്ദ് ഗൈസ്, ബൈ. Jai Hind. Talk to you guys later. Love you. Yeah.